ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിനു മുമ്പ്, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ലൈവ് സൂം ക്ലാസ്സുകളും അതുപോലെ എക്സാമുകളും അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഛേദമില്ലാത്ത ഉപകാരം എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എൻട്രൻസിന് വേണ്ടി ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്ന മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 17 പാർട്ടുകളാണ്. അതിൽ എൻട്രൻസിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലുണ്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓഫ്ലൈനായിട്ട് മലപ്പുറത്ത് നമുക്ക് സ്ഥാപനമുണ്ട്, CM അക്കാഡമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വർഷത്തെ ക്രാഷ് കോഴ്സിനും അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കൊക്കെയുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഡയറക്റ്റ് കോൾ ചെയ്യാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്ത് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈഡ്രോ കാർബണിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. മോനെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിനെ ഞാൻ 3 പാർട്ടായിട്ടാണ് മാറ്റുന്നത്. ഒന്നാമത്തെ പാർട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ടതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ പാർട്ട് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? എല്ലാ ഹൈഡ്രോ കാർബൺസിൻ്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 4 ഹൈഡ്രോ കാർബൺസ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന മെയിൻ ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ANE, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ. 2 പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ആണ്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ. 3 പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ. 4 പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്, ബെൻസീനിൻ്റെ പ്രിപ്പറേഷനാണ് 4ാമത് പഠിക്കാനുള്ളത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് നിങ്ങൾ സെൻറ്ററിൽ, നോട്ട്ബുക്കിൻ്റെ സെൻറ്ററിൽ ഹെഡിങ് എഴുതിയിട്ട് ഈ 4 കാര്യങ്ങളാണ് ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആൽക്കീനും ആൽക്കൈനും ബെൻസീനും നെക്സ്റ്റ് വീഡിയോകളിലാണ് നമ്മൾ പഠിക്കുക. ആൽക്കൈൻ മാത്രം തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഫസ്റ്റത്തത് തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകും. ഒക്കെ വൃത്തിക്ക് പഠിച്ചോളുക. അപ്പോൾ റോമൻ നമ്പർ 1 ഇട്ടിട്ട് ഞാൻ എഴുതുകയാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ, ANE, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ. സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളെ എങ്ങനെയെല്ലാം ഉണ്ടാക്കാം? എടാ, എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ആദ്യം തന്നെ വരാനിരിക്കുന്ന ഹെഡിങ്ങുകളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. 4 ഹെഡിങ് ആണ് നമുക്ക് വരാനുള്ളത്. ആൽക്കെയിൻ അഥവാ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ 4 വഴി. 1 ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയും. 2 ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ആണ്, അറിയാത്തവർ എഴുതിയെടുക്കുക, ആൽക്കൈൽ ഹാലൈഡ്. 3 ഫ്രം കാർബോക്സിലിക് ആസിഡ്. 4 ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. 4 എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. അതിൽ ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ റിഡക്ഷൻ ഉണ്ട്, വുഡ്സ് റിയാക്ഷൻ ഉണ്ട്, കോറി ഹൗസ് സിന്തസിസ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡിൽ ഡീകാർബോക്സിലേഷൻ ഉണ്ട്, കോൾപ്സ് ഇലക്ട്രോളിസിസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിർബന്ധമായി വരാനിരിക്കുന്ന ഹെഡിങ്ങുകളെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കണം. കാര്യം, 1 കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് നോട്ട്ബുക്ക് പുറകിലോട്ട് മറിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. 2, ഈ ടോപ്പിക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള ഐഡിയ ടോപ്പിക്ക് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടെ ഇരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കരുതും എന്താണ് ഇപ്പോൾ ഈ ഹെഡിങ് ഒക്കെ കാണാൻ പഠിക്കുന്നതിലുള്ളത്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിനിലും പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീനിലുമുള്ള ഹെഡിങ്ങുകളൊക്കെ ഡിസ്ക്രീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ സ്റ്റഡിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷൻ കണ്ടാൽ ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും പറയുന്ന പരാതിയാണല്ലോ, സാറേ ആൻസർ ഞങ്ങൾക്കറിയാം പക്ഷെ മാറിപ്പോയി. ഈ മാറിപ്പോവലൊക്കെ പ്രൊഫഷണൽ സ്റ്റഡിയുടെ ഭാഗമല്ലാത്തത് കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നോട്ട്ബുക്കിൽ ഇത് എഴുതി വെക്കണം, പഠിക്കണം. അതിൽ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 1 ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? കോമ്പൗണ്ട് ഹാവിങ് ഡബിൾ ബോണ്ട്
or triple bond. Carbon having, compound having, organic compound having double bond or triple bond. അഥവാ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. ആൽക്കീനുകളും ആൽക്കൈനുകളെയുമാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കുക. ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടുകൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളായി മാറാൻ അഥവാ ആൽക്കെയിൻസ് ആയി മാറാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ 3 എണ്ണമാണ്. ഒന്നാമനാണ് നിക്കൽ, രണ്ടാമനാണ് പലേഡിയം, മൂന്നാമനാണ് പ്ലാറ്റിനം. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിക്കൽ എന്നതിന് പകരം റാനി നിക്കൽ എന്ന് ചിലപ്പോൾ കാണാം. നിക്കൽ ആണെങ്കിൽ ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 523 to 573 കെൽവിനാണ്. വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ നിക്കൽ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന റിയാക്ഷനെ സെബേഷ്യസ് സെൻഡറൻ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുമെന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. സെബേഷ്യർ സെൻഡറൻ റിയാക്ഷൻ എന്ന് പേര് വിളിക്കും. എപ്പോഴാണ് സെബേഷ്യർ സെൻഡറൻ റിയാക്ഷൻ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടുകൾ സിംഗിൾ ബോണ്ടായി മാറുക ബൈ യൂസിങ് നിക്കൽ. ഓർത്ത് വെച്ചോളൂ, ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സെബേഷ്യർ സെൻഡറൻ റിയാക്ഷൻ. ഈ 3 ഉപയോഗിച്ചാലും സംഭവിക്കുന്നത് സെയിമാണ്. എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ, ഇവിടെ നോക്കിയേടാ, ഈ ഇക്വേഷൻ നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH2, ആ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടാകും. അപ്പോൾ ഇത് C സിംഗിൾ ബോണ്ട് C എന്നാകും. ഹൈഡ്രജൻ വേണ്ടത്ര ഫില്ല് ചെയ്ത് കൊടുക്ക്. ഇവിടെ CH3, ഇവിടെ CH3. അപ്പോൾ നിങ്ങൾക്ക് നോക്ക്, റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ടോട്ടൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നു? 4 ഹൈഡ്രജൻ അല്ലേ ഉണ്ടായിരുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 3 6 ഹൈഡ്രജൻ. അപ്പോൾ 2 ഹൈഡ്രജൻ അല്ലേ ഇവിടെ എക്സ്ട്രാ വന്നത്. ആ 2 ഹൈഡ്രജനെ കൊടുത്തത് ആരാണ്? പലേഡിയമാണ്. അപ്പോൾ ഹൈഡ്രജനെ കൊടുക്കുക എന്നതാണ് ഈ പറയുന്ന 3 കോമ്പൗണ്ടുകളുടെയും 3 കാറ്റലിസ്റ്റിൻ്റെയും ഫംഗ്ഷൻ. അപ്പോൾ നിക്കലാണെങ്കിലും പലേഡിയം ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും ഓർത്തു വെച്ചോ, ഇതിൻ്റെ എല്ലാം സർഫസിൽ ഹ്യൂജ് എമൗണ്ട് ഹൈഡ്രജൻ ട്രാപ്പ് ചെയ്ത് കിടപ്പുണ്ട്, അഡ്സോർബ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിലേക്ക് ഒരു നിക്കൽ ഇങ്ങനെ പൊട്ടിച്ചിടുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓർത്തു വെച്ചോളണം, അവിടെ നിക്കലല്ല എൻ്റെ ഉദ്ദേശം. ആ നിക്കലിൻ്റെ സർഫസിലുള്ള ഹൈഡ്രജൻ ആ കെമിക്കൽ റിയാക്ഷനിൽ വരട്ടെ എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിക്കൽ പലേഡിയം പ്ലാറ്റിനത്തിൻ്റെ സർഫസിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ട്രാപ്പ് ചെയ്ത് കിടപ്പുണ്ട്, അഡ്സോർബ് ചെയ്ത് കിടപ്പുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എനിക്ക് ഹൈഡ്രജൻ ആവശ്യം വന്നാൽ നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ അവിടെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ ആണല്ലോ. ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജനെ ആഡ് ചെയ്യുക എന്ന പണിയാണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ എന്ന് പേര് വിളിക്കും. എഴുതരുതേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ. ഈ ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ നടത്താൻ ഞാനിവിടെ ഒരു കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് ഈ റിയാക്ഷനെ മൊത്തത്തിൽ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓർഗാനിക് കെമിസ്ട്രി തീരുന്നത് വരെ എവിടെയെല്ലാം ഞാൻ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം കാറ്റലിസ്റ്റ് നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ ആണെന്ന് ഓർത്തു വെക്കുന്നത് നിർബന്ധമാണ്, ഓർത്തു വെക്കേണ്ടതുണ്ട്. നോക്കിക്കേടാ, ഇവിടെ ഒരു നിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. എന്തുണ്ടായിട്ടും കാര്യമില്ല, എല്ലാ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടാകും, എല്ലാ ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടാകും. വേണ്ടത്ര ഹൈഡ്രജൻ നിക്കൽ കൊടുത്തോളും. അപ്പോൾ എല്ലാ ഡബിൾ ബോണ്ടും എല്ലാ ട്രിപ്പിൾ ബോണ്ടും ഒക്കെ സിംഗിൾ ബോണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ടോട്ടൽ 4 കാർബൺ അല്ലേ ഇവിടെ ഉള്ളത്. ആ 4 കാർബണിനിടയിലും സിംഗിൾ ബോണ്ടുകളാവും. ഹൈഡ്രജൻ വേണ്ടത്ര ഫില്ല് ചെയ്ത് കൊടുക്ക്. ഇവിടെ CH3 എന്നും ഇവിടെ CH2 എന്നും ഇവിടെ CH2 എന്നും ഇവിടെ CH3 എന്നും കൊടുക്കുമ്പോഴാണല്ലോ ഇത് കംപ്ലീറ്റ് ആവുക. അപ്പോൾ എല്ലാ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടാകും, എല്ലാ ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടാകും എന്ന് ഓർത്ത് വെക്കുക. നിക്കൽ പലേഡിയം പ്ലാറ്റിനം ആണെങ്കിൽ. ഇവിടെ നോക്കിയേടാ, ധാരാള് ബെൻസീനാണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് 3 ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. അവിടേക്ക് ഞാൻ 6 ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. ആരാ കാറ്റലിസ്റ്റ്? പ്ലാറ്റിനമാണ്. എടാ, ബെൻസീൻ എന്ന് പറയുന്ന ആൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. കാര്യം അവിടെ റെസൊണൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡബിൾ ബോണ്ടൊക്കെ ഉള്ളത് കാരണം അയാൾ കുറച്ചുകൂടെ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ബെൻസീനിനെ ഹൈഡ്രോജിനേഷൻ നടത്താൻ നോർമൽ കണ്ടീഷൻ പോരാ, അവിടെ ഒന്ന് കുറച്ച് ഹീറ്റൊക്കെ കൊടുക്കണം. കുറച്ച് സ്ട്രോങ് ആയിട്ട് ഹീറ്റൊക്കെ കൊടുത്താലേ ഹൈഡ്രജൻ എവിടെ കയറുള്ളൂ? ബെൻസീൻ റിങ്ങിലെ ഡബിൾ ബോണ്ടിന് പൊട്ടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഹീറ്റൊക്കെ കൊടുത്തു, ബെൻസീൻ റിങ്ങിലെ ഡബിൾ ബോണ്ടൊക്കെ പൊട്ടി, അവിടെയൊക്കെ ഹൈഡ്രജൻ ആയി. ദെൻ എനിക്ക് എന്ത് കിട്ടും പറ? സൈക്ലോഹെക്സൈന് കിട്ടും. ശരിയല്ലേ? ബെൻസീനിലേക്ക് ഹൈഡ്രോജിനേഷൻ നടത്തിയാൽ സൈക്ലോഹെക്സൈന് കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേ, ഹൗ മെനി ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ആർ റിക്വയർഡ് ടു റെഡ്യൂസ് അലീൻ? അലീനിനെ റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇക്വലൻ ഹൈഡ്രജൻ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അലീൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും, ചിലർക്ക് അറിയാമായിരിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ക്ലാസ് കാണലിന് ഒരു ഓർഡർ വേണം. ഫസ്റ്റ് ചാപ്റ്ററിലെ
ജോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് അലീൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH2, ഇവൻ്റെ പേരാണ് അലീൻ. ക്യുമുലേറ്റീവ് ഡബിൾ ബോണ്ടുകൾ വരുന്നവനെ വിളിക്കുന്ന പേരാണ് അലീൻ. അപ്പോൾ ഇതല്ലാത്ത ഗ്രൂപ്പൊക്കെ അലീനാണ്. അതായത് ഇനി ഒരു കാർബൺ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട്, അടുത്തൊരു കാർബൺ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട്, അതിൻ്റെ പേര് മൊത്തം അലീൻ എന്നാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ അലീൻ എന്ന് പേര് വിളിക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന കോമ്പൗണ്ടിനെ മാത്രമായിട്ടും അലീൻ എന്ന് പേര് വിളിക്കാം. അപ്പോൾ അലീനിനെ ഞാൻ ഹൈഡ്രോജിനേഷൻ നടത്തുകയാണ് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്നാണല്ലോ. അപ്പോൾ ഇതിലെ ഡബിൾ ബോണ്ടൊക്കെ പൊട്ടട്ടെ, എന്നിട്ടൊക്കെ സിംഗിൾ ബോണ്ട് ആവട്ടെ. അപ്പോൾ കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ എന്നായി. ഇവിടെ 3 ഹൈഡ്രജൻ CH3, ഇവിടെ CH2, ഇവിടെ CH3. അപ്പോൾ എത്രയാണ് ഹൈഡ്രജൻ്റെ ഡിഫറൻസ്? ടോട്ടൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിയേ? 6ഉം 2ഉം 8 ഹൈഡ്രജൻ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 8 ഹൈഡ്രജൻ ആണെങ്കിൽ ഞാനിവിടെ എത്ര H2 ആഡ് ചെയ്തു? 4 H2 ആഡ് ചെയ്തു. ശരിയല്ലേ കുഞ്ഞ്? 4 H2 ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 H2 എന്ന് പറഞ്ഞാൽ എത്ര ഈക്വലൻ്റായി ഞാനിവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു പറ? 4. ശരിയല്ലേടാ? 4 H2 വേണ്ടല്ലേ? 2 H2 മതിയാകും. ശരിയാ, കാര്യം 4 ഹൈഡ്രജൻ ആണല്ലോ ടോട്ടൽ ഡിഫറൻസ്. അപ്പോൾ 2 H2 മതിയാകും. 2 H2. അപ്പോൾ എത്ര ഈക്വലൻ്റ് ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാണ് ആ കണക്ക്. ഇവിടുത്തെ 2 ആണ്. 2 ഈക്വലൻ്റ് ഹൈഡ്രജനാണ് ഇവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഫോർ 1 ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ടിന് 1 ഈക്വലൻ്റ് ഹൈഡ്രജനാണ് വേണ്ടത്. 1 ഈക്വലൻ്റ് ഹൈഡ്രജൻ വേണം റെഡ്യൂസ് ചെയ്യാൻ. ഫോർ 1 ട്രിപ്പിൾ ബോണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ 2 ഈക്വലൻ്റ് ഹൈഡ്രജൻ വേണം. 2 ഈക്വലൻ്റ് ഹൈഡ്രജൻ വേണം. അപ്പോൾ എഴുതി വെച്ചോ, ഫോർ 1 ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ 1 ഈക്വലൻ്റ് ഹൈഡ്രജൻ വേണം. ഒരു ട്രിപ്പിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ 2 ഈക്വലൻ്റ് ഹൈഡ്രജൻ വേണം. അതാണ് ഞാനിവിടെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. 1 ഈക്വലൻ്റ് ഹൈഡ്രജൻ ഫോർ 1 ഡബിൾ ബോണ്ട്, 2 ഈക്വലൻ്റ് ഹൈഡ്രജൻ ഫോർ 1 ട്രിപ്പിൾ ബോണ്ട്. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ എത്ര ഈക്വലൻ്റ് വേണ്ടി വരും എന്നൊന്ന് നോക്ക്. അപ്പോൾ സിമ്പിളായിട്ട് കാണാം. ഇവിടെ എത്ര ഡബിൾ ബോണ്ട് അല്ലേ ഉള്ളത്? അപ്പോൾ 1 ഈക്വലൻ്റ് വേണം. ഇവിടെയും ഡബിൾ ബോണ്ട് അല്ലേ ഉള്ളത്? ഇവിടെയും 1 ഈക്വലൻ്റ് വേണം. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അല്ലേ ഉള്ളത്? ഇവിടെ 2 ഈക്വലൻ്റ് വേണം. അപ്പോൾ ടോട്ടൽ 4 ഈക്വലൻ്റ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ എഴുതി നോക്കിയിട്ട് ഹൈഡ്രജൻ്റെ ഡിഫറൻസ് കാണണം എന്നൊന്നുമില്ല. ഒരു ഡബിൾ ബോണ്ടിന് 1 ഈക്വലൻ്റ്, ഒരു ട്രിപ്പിൾ ബോണ്ടിന് 2 ഈക്വലൻ്റ് എന്ന് ഓർത്ത് വെക്കുക. ടോട്ടൽ 4 ഈക്വലൻ്റ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ്. നെക്സ്റ്റ് നോക്കിയേ, സ്പെഷ്യൽ കേസായിട്ട് ഞാൻ ഒരു റിയാക്ഷൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ റിയാക്ഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ നോക്കിക്കേടാ, ഇതിലിപ്പോൾ ഈ കോമ്പൗണ്ടിൽ ആരൊക്കെ ഉണ്ട് നോക്കിയാൽ, ഇവിടെ ഒരു ഡബിൾ ബോണ്ടുമുണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ടുമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ 1 ഈക്വലൻ്റ് ഹൈഡ്രജനേ ഉള്ളൂ. ഹൈഡ്രജൻ 1 ഈക്വലൻ്റേ ഉള്ളൂ. അതായത് ഒന്നിരിക്കൽ ഇയാൾക്ക് ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് സിംഗിൾ ബോണ്ടാക്കി മാറ്റാം. 1 ഈക്വലൻ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് പൊട്ടിക്കാം എന്നാണ് അർത്ഥം. 2 ഈക്വലൻ്റ് ഇല്ല, ഒരു ഈക്വലൻ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഒന്നിരിക്കൽ ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ട് ആക്കാം, അല്ലെങ്കിൽ ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് ഡബിൾ ബോണ്ട് ആക്കാം. അത്രയല്ലേ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഒരു H2 ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ബോണ്ട് പൊട്ടിക്കാം. അപ്പോൾ രണ്ടിൻ്റെയും പോസിബിലിറ്റി ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. സപ്പോസ് ഇവിടുത്തെ ഈ ബോണ്ട് ഇതാ ഇയാളാണ് പൊട്ടുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഈ സ്റ്റാർ വെച്ചിരിക്കുന്ന ബോണ്ട് പൊട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാകും? ആ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറിയാൽ CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ വേണമെങ്കിൽ റിയാക്ഷൻ നടക്കാം. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റാം. അപ്പോൾ ഡബിൾ ബോണ്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ രൂപത്തിലും വേണമെങ്കിൽ റിയാക്ഷൻ നടക്കാം. കാരണം ഇവിടെ ഹൈഡ്രജൻ 1 ഈക്വലൻ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടിനെയും പൊട്ടിക്കാനുള്ള കഴിവ് ഈ ഹൈഡ്രജൻ ഇല്ല. ആകെ ഒരു ഈക്വലൻ്റ് സപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കോ, CH2 ഡബിൾ ബോണ്ട് CH, ഈ ഡബിൾ ബോണ്ടിന് ഒന്നും സംഭവിക്കില്ല. സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറാം. കാര്യം ഒരു ബോണ്ട് പൊട്ടുക എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടാണല്ലോ. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH2 എന്നായി മാറാം. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് പ്രൊഡക്റ്റ് പോസിബിൾ ആണ്. ഇതിൽ ഏതാ ഉണ്ടാവുക? എടാ സത്യം കേട്ടോളണേ, ഇതിൽ 2 ഉണ്ടാവും. പക്ഷേ ഇതിലൊന്ന് മേജർ ആയിരിക്കും, ഒന്ന് മൈനർ ആയിരിക്കും. ഏതാണ് മേജർ പ്രൊഡക്റ്റ്, ഏതാണ് മൈനർ പ്രൊഡക്റ്റ് എന്ന് കേട്ടോളണേ മോനെ. ഒന്നാമത്തെ കോമ്പൗണ്ടിനെ സൂക്ഷിച്ചു നോക്ക്. ഇയാളാണ് മേജർ പ്രൊഡക്റ്റ്, ഇയാൾ മൈനർ പ്രൊഡക്റ്റാണ്. എന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ ആൾ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം കിട്ടുന്നുണ്ട്. നോക്കിക്കേടാ, കോൺജുഗേറ്റഡ് സിസ്റ്റം.
ഇവിടെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം കിട്ടും. എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുകൾ വരലാണ്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്. ഇതാണല്ലോ കോൺജുഗേറ്റഡ് സിസ്റ്റം. അപ്പോൾ കോൺജുഗേറ്റഡ് ഡൈ ഈൻ എന്ന് പറഞ്ഞാൽ 2 ഡബിൾ ബോണ്ട് ഇവിടെ കിട്ടുന്നത് കൊണ്ട് അയാൾ മോർ സ്റ്റേബിളാണ്. എന്താ കാരണം? കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് എന്ത് കാണിക്കാൻ പറ്റും? റെസൊണൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ കോമ്പൗണ്ട് എക്ക് റെസൊണൻസ് കാണിക്കാം, കോമ്പൗണ്ട് ബിക്ക് അങ്ങനെ ഒരു കിടുതാപ്പും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് എ ആണ് മേജർ പ്രൊഡക്റ്റ്, കോമ്പൗണ്ട് ബി ഇവിടെ മൈനർ പ്രൊഡക്റ്റ് ആണ്. മറക്കാതെ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ മേജർ പ്രൊഡക്റ്റ് ആരാണ്? ഇവിടെ കോമ്പൗണ്ട് എ ആണ്. മറ്റേ ആൾ മൈനർ പ്രൊഡക്റ്റ് ആണ്. മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. കോൺജുഗേറ്റഡ് സിസ്റ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്, അയാൾ മോർ സ്റ്റേബിൾ ആണ് ഡ്യൂ ടു റെസൊണൻസ്. സ്പെഷ്യൽ കേസ് 3 നോക്കിക്കേടാ, ഹൈഡ്രജൻ ഉണ്ട് 1 ഇക്വലന്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കേസാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ നിങ്ങൾ നോക്കിക്കേടാ, ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ 1 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്, ഇവിടെ 2 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, 2 ഹൈഡ്രജൻ അതായത് H2 എന്ന് മാത്രമാണ് 1 ഇക്വലൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 2 H2 ഇല്ല, ആകെ ഒരു H2 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബോണ്ട് വേണമെങ്കിൽ എനിക്കിവിടെ പൊട്ടിക്കാം. ഏതെങ്കിലും ഒരു ബോണ്ട് പൊട്ടിക്കാം, അത്രയല്ലേ പറ്റുള്ളൂ. ഒരു ബോണ്ട് ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ട് ആകാം. ഇവിടെ ഒന്നാമത്തെ ഡബിൾ ബോണ്ട് ആണെങ്കിലും രണ്ടാമത്തെ ഡബിൾ ബോണ്ട് ആണെങ്കിലും കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം ആയിരിക്കുമല്ലോ. കാരണം 2 ഡബിൾ ബോണ്ട് ഇവിടെ ഒരേപോലെയാണ്, രണ്ടും ഒന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഡബിൾ ബോണ്ട് പൊട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാകും? ഒന്നാമത്തെ ഡബിൾ ബോണ്ട് പൊട്ടിയാൽ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ശരിയല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? ആകെ 1 ഇക്വലന്റ് ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഡബിൾ ബോണ്ടിനെ ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചു. ഈ ഡബിൾ ബോണ്ടിനെ അങ്ങനെ തന്നെ നിലനിർത്തി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ബോണ്ടാ പൊട്ടിക്കുന്നത്, ഇതിനെ നിലനിർത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും എനിക്ക് ഇതേ സാധനമാണ് കിട്ടുക. ശരിയല്ലേ? പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇയാളല്ല. ഇതിവിടെ കിട്ടില്ല. കിട്ടൂല എന്നല്ല, അത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. പിന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പ്രൊഡക്റ്റാണ് ഇവിടെ കിട്ടുക. H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ അല്ലേ? അതിലൊരു ഹൈഡ്രജൻ നേരെ ഒന്നാമത്തെ ഈ കാർബണിലേക്ക് ആഡ് ചെയ്യും. മറ്റേ ഹൈഡ്രജൻ 4ാമത്തെ ഈ കാർബണിലേക്ക് ആഡ് ചെയ്യും. നോക്കിക്കേടാ, ഒന്നാമത്തെ കാർബണിലേക്കും 4ാമത്തെ കാർബണിലേക്കും ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിക്കേ. ഇവിടുന്ന് ഞാനാണ് തുടങ്ങുകയാണ്. CH2 എന്തായി? CH3 ആയി. സ്വാഭാവികമായിട്ടും അയാളുടെ വാലൻസി കൂടുതലായി പോയല്ലോ, ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ വന്നല്ലോ. അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ടാവും. ഇവിടെ CH ഉണ്ട്, സിംഗിൾ ബോണ്ട് CH ഉണ്ട്. അടുത്ത ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ടാകും. കാര്യം ആ CH2യിലേക്കും CH3 വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേട്ടാ, ഇപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റിൽ വാലൻസി കുറവുള്ള 2 കാർബണില്ലേ? രണ്ടാമത്തെ കാർബണിനും 3ാമത്തെ കാർബണിനും വാലൻസി കുറവില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവർക്കിടയിൽ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നോക്കിക്കേ, 1,4 ഏതാ? 1,3 ബ്യൂട്ടാഡൈഈൻ. ഇതാരാണ്? 1,3 ബ്യൂട്ടാഡൈഈൻ ആണല്ലോ ആദ്യത്തെ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്. അതിലേക്ക് 1 ഇക്വലന്റ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അഡീഷൻ 1,4 അഡീഷനാണ്. 1,4 അഡീഷൻ ടേക്ക് പ്ലേസ്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. 1,3 ബ്യൂട്ടാഡൈഈൻ അണ്ടർഗോ 1,4 അഡീഷൻ. ഓർത്ത് വെച്ചോളണം. 1,4 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബണിലേക്കും 4ാമത്തെ കാർബണിലേക്കുമാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. 1ലേക്കും 2ലേക്കുമല്ല. അങ്ങനെ ആയാൽ എന്താണ് ഗുണം? ഇതാണ് ഗുണം. ഇത് നോക്കിക്കേ, ഇതൊരു ആൽക്കീനാണ്, ഇതും മറ്റൊരു ആൽക്കീനാണ്. ആൽക്കീനിൻ്റെ സ്റ്റെബിലിറ്റി ഞാൻ ഹൈപ്പർ കോൺജുഗേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് ഫോംസ് ഉണ്ട് നോക്കിയാൽ മതി. ഇവിടുത്തെ HCr എത്ര, ഇവിടുത്തെ HCr എത്ര എന്ന് നോക്കിയാൽ മതി. അത് ഹൈപ്പർ കോൺജുഗേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് ആൽഫ ഹൈഡ്രജനുകളുടെ എണ്ണം, ഇതിവിടെ ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. അവിടുത്തെ ഹൈഡ്രജനുകളുടെ എണ്ണം 6 എന്ന് കിട്ടും. ഇവിടെ ആൽഫ കാർബൺ ഇയാൾ മാത്രമേ ഉള്ളൂ. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള കാർബൺ ആണല്ലോ ആൽഫ. അപ്പോൾ അവിടെ ഇയാൾ മാത്രമാണ് ആൽഫ. അവിടുത്തെ HCrൻ്റെ എണ്ണം 2 ആണ്. മോർ നമ്പർ ഓഫ് HCr മോർ സ്റ്റേബിൾ. ഓർമ്മയുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ HCr കൊടുത്താൽ, HCr എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് ആണ്. ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് അയാൾ നല്ല സ്റ്റേബിൾ ആയിരിക്കും. ഓർത്ത് വെച്ചോളണം, അയാൾ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പൗണ്ട് എ ആണ് മോർ സ്റ്റേബിൾ. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് മേജർ പ്രൊഡക്റ്റ് ആൻഡ് ദിസ് ഈസ് മൈനർ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ വാക്ക് നിങ്ങൾ മറക്കാതിരിക്കുക.
1,3-butadiene undergo 1,4 addition, 1,3-butadiene undergo 1,4 addition, 1,3-butadiene undergo 1,4 addition. ഇവിടെ നോക്കിയേടാ, ഇവിടെ ഉണ്ട് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം. കണ്ടില്ലേ നിങ്ങൾ? നോക്കിയ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് 1 ഇക്വലന്റ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് 1 ഇക്വലന്റ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തിലേക്കും അവസാനത്തിലേക്കുമാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് HCR ഉള്ള ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസ് ഉള്ള ആൽക്കീൻസ് കിട്ടും. നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തത് H2 എന്നാണ്. H2 എന്ന് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ 1 ഇക്വലൻ്റ് എന്നോ 2 ഇക്വലൻ്റ് എന്നോ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലെല്ലാ ഡബിൾ ബോണ്ടും പൊട്ടും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കോമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാകും. ഈഥൈൽ സൈക്ലോഹെക്സേന് കിട്ടും. അപ്പോൾ അവിടുത്തെ റിങ്ങിൻ്റെ ഉള്ളിലുള്ള ഡബിൾ ബോണ്ട് പൊട്ടും, റിങ്ങിൻ്റെ പുറത്തുള്ള ഡബിൾ ബോണ്ടൊക്കെ പൊട്ടും. പക്ഷേ H2 1 ഇക്വലൻ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ നമ്പർ 2-ൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, അടുത്ത ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. ഒന്നാമത്തെ കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ പോയാൽ 2, 3, 4ാമത്തെ കാർബണിലേക്കാണ് അടുത്ത ഹൈഡ്രജൻ പോകുന്നത്. 1,3-diene undergo 1,4 addition എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ്. ഒന്നാമത്തെ കാർബണിലേക്ക് പോവുകയാണെങ്കിൽ 4ാമത്തെ കാർബണിലേക്കാണ് അടുത്ത ഹൈഡ്രജൻ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 2നും 3നും ഇടയിൽ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പം നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നടന്നത് എന്താ നോക്കി പഠിക്കുക എന്നല്ലാതെ ഇതാ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയല്ലാതെ തൊട്ട് മുമ്പത്തെ റിയാക്ഷനിൽ പറഞ്ഞത് ദിസ് ഈസ് മേജർ പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഓർത്ത് വെച്ചോളണേ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് വനസ്പതി ഗീ. ഓർത്ത് വെച്ചോളണം. NCERT പറയുന്ന ഡയലോഗാ. എന്തൊക്കെയാണ് നീറ്റിന് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഫ്രം വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിലിൽ നിന്ന് ഗീ ഉണ്ടാക്കാൻ, വനസ്പതി ഗീ ഉണ്ടാക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഉപയോഗിക്കാറുണ്ട്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനേഷൻ ബൈ യൂസിങ് എനി കാറ്റലിസ്റ്റ് ലൈക്ക് നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. കിട്ടിയില്ല മോനെ? അടുത്തത് ലിമിറ്റേഷൻസ്. ഒറ്റ ലിമിറ്റേഷനെ പഠിക്കാനുള്ളൂ. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ വഴി മീഥൈൻ കനോട്ട് ബി പ്രിപ്പയർഡ്. പഠിച്ചില്ലേ? കാരണം മീഥൈൻ ഉണ്ടാക്കണമെങ്കിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നിന്ന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായ ആൽക്കീൻ ഉണ്ടാക്കലാണ്. ആൽക്കൈൻ ഉണ്ടാക്കണമെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നിന്നുണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഓൺലി 1 കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം മാത്രമുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടാവില്ലല്ലോ. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കാർബൺ വേണമല്ലോ. അതുകൊണ്ട് മീഥൈൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് കിടക്കാൻ. ടോട്ടൽ 4 റിയാക്ഷനിൽ രണ്ടാമത്തത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡാണ്. ആൽക്കൈൽ ഹാലൈഡിൽ ഒന്നാമത്തെ റിയാക്ഷൻ അതിനെ നമ്മൾ 3 സബ് ഹെഡിങ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് റിഡക്ഷൻ, മറ്റൊന്ന് വുഡ്സ് റിയാക്ഷൻ, മറ്റൊന്ന് കോറി ഹൗസ് സിന്തസിസ്. എടാ ഒന്നാമത്തത് റിഡക്ഷൻ ആണ്. ആ റിഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ്. റെഡ്യൂസിങ് ഏജൻസ് എൻ്റെ പൊന്നു മക്കൾ ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് പഠിച്ചേ. 1 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിക്ക്. ഞാനൊന്ന് വായിച്ചു തരാം. സിങ്ക് ബാർ HCl, സിങ്ക് ബാർ ഈതർ, റെഡ് ഫോസ്ഫറസ് ബാർ HI, അടുത്തത് പലേഡിയം, അടുത്തത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇതിലേത് ഞാൻ ഉപയോഗിച്ചാലും ഇതിലെ ആൽക്കൈൽ ഹാലൈഡ് RH ആയിട്ട് മാറും. RX എന്ന് പറയുന്ന ആൾ RH ആയിട്ട് മാറും. അപ്പോൾ ആര് പോകും ആര് വരും പറ? X പോകും, പകരം ഹൈഡ്രജൻ വരും. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന ആളെ നമ്മൾ റിഡക്ഷൻ എന്നാണല്ലോ പേര് പറയുക. അപ്പോൾ അത് കിട്ടാൻ എനി ഓഫ് ദി എബോവ്, മുകളിൽ തന്നിരിക്കുന്ന 5 എണ്ണത്തിൽ ഏത് ഉപയോഗിച്ചാലും RX എന്നത് RH ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കോടാ. CH3 CH2Br, ഇവിടുത്തെ X അങ്ങോട്ട് പോകും. സിങ്ക് ബാർ HCl ആ തന്ന ആളിൽ പെട്ടതാണല്ലോ. 6 എണ്ണത്തിൽ 5 റെഡ്യൂസിങ് ഏജന്റിൽ പെട്ടതാണ്. അപ്പോൾ എന്ത് കിട്ടും? ഈ ബ്രോമിൻ പോയിട്ട് പകരം H വരും. അപ്പോൾ എന്ത് കിട്ടും? CH3 CH2H എന്ന് പറഞ്ഞാൽ ആരാ? CH3 തന്നെ. ശരിയല്ലടാ. ബ്രോമിൻ പോയിട്ട് പകരം H കൊടുത്താൽ CH3 എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ ക്ലോറിൻ പോകും. ക്ലോറിൻ പോയി പകരം H വരും. അപ്പോൾ എന്ത് കിട്ടും? CH4 വരും. CH3H എന്ന് പറഞ്ഞാൽ CH4. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിങ്ക് ബാർ HCl എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടല്ലോ. ഹാലജൻ പോയിട്ട് പകരം ഹൈഡ്രജൻ ആണല്ലോ അവിടെ വരിക. പക്ഷെ ഒരു ഹാലജനെ റെഡ്യൂസ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. ആരാണ് ഹാലജൻ? ഫ്ലൂറിൻ. സിങ്ക് ബാർ HCl cannot reduce fluorine.
അപ്പോൾ ഒരു ഫ്ലൂറിൻ ഉള്ള കോമ്പൗണ്ടിൽ സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ ആ ഫ്ലൂറിൻ അവിടെ തന്നെ നിൽക്കും, അതിന് റിഡക്ഷൻ സംഭവിക്കില്ല. സ്പെഷ്യൽ നോട്ടായിട്ട് എഴുതി വെച്ചോളണം. അപ്പം ഞാൻ 2 എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കുഞ്ഞെ, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഇതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. എണ്ണം തെറ്റരുതേ, ചിലർക്ക് 5 കാർബൺ എന്നൊക്കെ കിട്ടും. തെറ്റാണ്. 1 2 3, ഇവിടെ 3 കാർബണേ ഉള്ളൂ. ഇയാൾ ക്ലോറിനാണ്, ഇയാളും ക്ലോറിനാണ്. സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്ലോറിൻ പോയി പകരം ഹൈഡ്രജൻ വരും. അപ്പോഴാ 2 ക്ലോറിനെ 2 അറ്റത്തു നിന്ന് അങ്ങോട്ട് ഒഴിവാക്കും. എന്നിട്ട് ആ അറ്റങ്ങളിൽ ഹൈഡ്രജൻ കൊടുക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആ ചിത്രത്തിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലർ ഇവിടെ ഒരു വരയൊക്കെ വരക്കും. എന്നിട്ട് അപ്പോൾ തെറ്റാണത്. കാര്യം ആ ക്ലോറിൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് ബോണ്ട് കാണിച്ചത്. ഇവിടെ ബോണ്ട് കാണിക്കാനുള്ള കാരണം ഇവിടെ ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ് ഈ ബോണ്ട് കാണിച്ചത്. ഇവിടെ ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ് ഈ ബോണ്ട് കാണിച്ചത്. ക്ലോറിൻ പോയല്ലോ, എന്നിട്ട് പകരം നമ്മൾ ഹൈഡ്രജൻ ആണല്ലോ കാണിക്കണേ. അപ്പോൾ ഇത് ബോണ്ട് ലൈൻ ഫോർമുലയാണല്ലോ. ബോണ്ട് ലൈൻ ഫോർമുലയിൽ ഹൈഡ്രജൻസിനെ ഒന്നും നമ്മൾ കാണിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ സ്ട്രക്ചർ മാത്രമേ അതിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ആൻസർ. പ്രൊപ്പൈൻ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ഫ്ലൂറിനും ഉണ്ട് ക്ലോറിനും ഉണ്ട്. 2 റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുകയാണ്. ഏതർ സിങ്ക് ബാർ HCl ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുന്നു. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഈ ലിസ്റ്റിലുള്ള ആളാണല്ലോ. അപ്പോൾ നോക്കിയേ, സിങ്ക് ബാർ HClന്റെ ഒരു കഴിവുകേട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അയാൾക്ക് ഫ്ലൂറിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കഴിവുകേടുകളൊന്നും ആർക്കില്ല, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനില്ല. അത് ഫ്ലൂറിനോ അവൻ്റെ വാപ്പ ആരെങ്കിലും ആവട്ടെ അവിടെ നിന്ന് തട്ടിയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നേരത്തെ കിട്ടിയതുപോലെ ആ ഫ്ലൂറിനിലേക്കുള്ള ബോണ്ടും പോട്ടെ, ക്ലോറിനിലേക്കുള്ള ബോണ്ടൊക്കെ പോട്ടെ. ഇയാളും പോകും ഇയാളും പോകും. ബാക്കി ഈ സ്ട്രക്ചർ മാത്രം, പ്രൊപ്പൈൻ മാത്രം ബാക്കിയാവും. പക്ഷേ സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ ഇയാൾക്ക് ക്ലോറിൻ മാത്രമേ അവിടുന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഈ ഫ്ലൂറിൻ അവിടെ തന്നെ നിലനിൽക്കും. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. പഠിച്ചോ? സിങ്ക് ബാർ HCl എന്തുപയോഗിക്കും? ഹാലജനെ റിമൂവ് ചെയ്തിട്ട് പകരം ഹൈഡ്രജൻ കൊടുക്കും, എക്സെപ്റ്റ് ഫ്ലൂറിൻ. അപ്പോൾ സിങ്ക് ബാർ HClന് കനോട്ട് റെഡ്യൂസ് ഫ്ലൂറിൻ എന്നത് ഓർത്തു വെക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നേരത്തെ കണ്ടത്. ചെയ്തു നോക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട നോട്ട് 2. നേരത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? സിങ്ക് ബാർ HCl കനോട്ട് റെഡ്യൂസ് ഫ്ലൂറിൻ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റുമെന്നൊക്കെ പറഞ്ഞ് അയാളപ്പം ഇങ്ങനെ കുട്ടപ്പനാക്കി എടുത്തു വെച്ചേക്കാണ്. എന്നാൽ ആ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ ആ ഒരു അഹങ്കാരം ഒന്ന് കുറക്കാനാണ് നോട്ട് 2. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കനോട്ട് റെഡ്യൂസ് കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ. ഒരു ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്ത് സിംഗിൾ ബോണ്ടാക്കി മാറ്റാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. അപ്പോൾ ഡിഫറൻസ് നോക്കിക്കോളെ മോനെ. ഈ റിയാക്ഷൻ നോക്കിയേടാ. ഇപ്പോൾ ഈ കാണുന്ന റിയാക്ഷൻ ഞാൻ അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ഹാലജനുമുണ്ട്. ഇവിടെ ആദ്യം പലേഡിയമാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക. പലേഡിയത്തിന് 2 ഫംഗ്ഷൻ പറ്റും. എന്താണ് ഒന്നാമത്തെ ഫംഗ്ഷൻ? അയാൾക്ക് ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടാക്കി മാറ്റാൻ പറ്റും. നേരത്തെ നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കുന്ന മെത്തേഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, നിക്കൽ പലേഡിയം പ്ലാറ്റിനം, അതിലാരുണ്ടല്ലോ? പലേഡിയം ഉണ്ടല്ലോ. എന്ന പോലെ ഹാലോജനെ റിമൂവ് ചെയ്ത് പകരം ഹൈഡ്രജൻ കൊടുക്കാനും പലേഡിയത്തിന് പറ്റും. അപ്പോൾ പലേഡിയത്തിൽ ഡബിൾ ബോണ്ടും റെഡ്യൂസ്ഡ് ആകും, ഹാലജൻ പോയി പകരം ഹൈഡ്രജനും കൊടുക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? ഡബിൾ ബോണ്ട് പൊട്ടി. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 എന്നായി, സിംഗിൾ ബോണ്ട് CH3 എന്നായി. ശരിയല്ലേടാ? ഇവിടെ ഉണ്ടായിരുന്ന ആര് പോയി? ക്ലോറിൻ പോയി, പകരം ഹൈഡ്രജൻ വന്നു. അപ്പോൾ ഇത് CH3 ആയി. ഡബിൾ ബോണ്ട് പൊട്ടി, സിംഗിൾ ബോണ്ടായി. അപ്പോൾ ഇത് CH3 ആയി. ആര് വന്നാൽ? പലേഡിയം വന്നാൽ. അപ്പോൾ പലേഡിയത്തിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പലേഡിയത്തിന് അങ്ങനെ ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാ. ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ച് സിംഗിൾ ബോണ്ട് ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പഠിച്ചു ഹാലജനെ മാറ്റിയിട്ട് പകരം ഹൈഡ്രജൻ കൊടുക്കാനും പറ്റും. എന്നാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെ ഇതിൽ ഒരു പണിയേ പറ്റുള്ളൂ. അതേതാ? ഹാലജനെ മാറ്റി പകരം ഹൈഡ്രജൻ കൊടുക്കാം. പക്ഷേ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കനോട്ട് റെഡ്യൂസ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡബിൾ ബോണ്ടായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ആ ക്ലോറിൻ പോയി പകരം ഹൈഡ്രജൻ വരും. അപ്പോൾ ഇത് CH3 ആവും. ആ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ ബോണ്ടുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഡബിൾ ബോണ്ടിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എവിടെ? പറ്റുന്ന സ്ഥലമുണ്ട്. ഡബിൾ ബോണ്ടിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് റെഡ്യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ക്യാൻ റെഡ്യൂസ് ഡബിൾ ബോണ്ട് ഇൻ സിന്നമിക് സിസ്റ്റം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിന്നമിക് സിസ്റ്റം. സിന്നമിക് സിസ്റ്റത്തിൽ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ
ആർക്ക് പറ്റും? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 3-4 മിനിറ്റ് സമയത്തേക്ക് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്, പലവിധ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. എക്സെപ്റ്റ് സിന്നമിക് ആസിഡ്. സിന്നമിക് ആസിഡ് എന്ന് പറയുന്ന ആളൊഴികെയുള്ള എല്ലാ സിന്നമിക് സിസ്റ്റത്തിലെയും ഡബിൾ ബോണ്ടുകളെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും. അപ്പോൾ ജനറലി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി ഡബിൾ ബോണ്ട് ഇൻ സിന്നമിക് സിസ്റ്റം. സിന്നമിക് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് സിന്നമിക് ആസിഡ്. സിന്നമിക് ആസിഡിലെ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വീണ്ടും പറ്റില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കഥ? എന്താണ് സിന്നമിക് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സിന്നമിക് സിസ്റ്റം. എന്താ പറഞ്ഞേ? ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബൺ, ഇതാണല്ലോ ബെൻസീൻ റിംഗ്. ആ ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബൺ എന്ന് പറഞ്ഞാൽ ഇയാളാണല്ലോ. ആ ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സിന്നമിക് സിസ്റ്റം. അപ്പോൾ ഇയാളൊരു സിന്നമിക് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. സിന്നമിക് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടുകളെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും. അപ്പോൾ ഈ ബെൻസീൻ റിംഗ് അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. മുകളിലുള്ള CH2 ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ടാകും. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH3 എന്നായി മാറും, അഥവാ ഈഥൈൽ ബെൻസീൻ ആകും. നോക്കിയാൽ നിങ്ങൾ ആ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിലെ ഡബിൾ ബോണ്ടിനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സിന്നമിക് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടിനെ മാത്രമാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സിന്നമിക് സിസ്റ്റം ആരാണെന്ന് പറഞ്ഞു? ഒരു ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും. സിന്നമിക് സിസ്റ്റത്തിൽ തന്നെ എല്ലാ ഡബിൾ ബോണ്ടിനെയും പറ്റുമോ? ഇല്ല, എക്സെപ്റ്റ് സിന്നമിക് ആസിഡ്. അപ്പോൾ ആരാ സിന്നമിക് ആസിഡ്? ഇതാ ഈ കാണുന്നവനാണ് സിന്നമിക് ആസിഡ്. ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിൽ ഒരു COOH ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സിന്നമിക് ആസിഡ്. എന്താണ് പേര്? സിന്നമിക് ആസിഡ്. ഈ സിന്നമിക് ആസിഡിലെ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കാൻ ആർക്ക് പറ്റില്ല? ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കാൻ ആർക്ക് പറ്റില്ല? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. അപ്പോൾ ആ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അത് നോക്കിയേ, CH ഡബിൾ ബോണ്ട് CH എന്നാകും. കാര്യം അവിടുത്തെ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കാൻ ആർക്ക് പറ്റില്ല? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. അഥവാ സിന്നമിക് സിസ്റ്റത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണോ? അല്ല. എന്താ കാര്യം? ഡബിൾ ബോണ്ടിന് മാറ്റമൊന്നും സംഭവിക്കില്ല, പക്ഷേ അവിടെ ഒരു COOH ഇല്ലേടാ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ആ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ പ്രൈമറി ആൽക്കഹോൾ അഥവാ CH2OH ആയിട്ട് മാറും. നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ മനസ്സ് മടുത്തിട്ടുണ്ടാവും. പണ്ടാരോ ഓരോന്ന് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, എടാ ഇത്ര ട്വിസ്റ്റിംഗ് ഒന്നും അല്ല, ഇത്ര പ്രയാസമോ ഇത്ര ഗംഭീരമാക്കി വെക്കേണ്ട ആവശ്യമോ ഇല്ല. ഒന്നറിയില്ലെങ്കിൽ അപ്പോൾ പഠിക്കുക. പഠിക്കാനാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ. പഠിച്ചത് റീകോൾ ചെയ്യാനല്ലല്ലോ, പഠിച്ചുകൊണ്ടേയിരിക്കുക, വൃത്തിക്ക് പഠിക്കുക. അപ്പടാ കേൾക്കുക, ശ്രദ്ധിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നോണ്ടാണ് കേട്ടോടാ നിങ്ങൾക്ക് ഈ മനമടുപ്പ് വരണേ. മനമെടുക്കാനുള്ള കാരണം ഇതൊന്നും ഇപ്പം എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിക്കണോണ്ടാണ്. നിങ്ങളെ സുഖിപ്പിച്ച് ക്ലാസ് എടുക്കാൻ എനിക്കറിയാം. ഇതൊന്നും പഠിക്കേണ്ടടാ, സിമ്പിളായിട്ട് ഇതൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് അറിയണതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഗുണം ഉണ്ടാവില്ല. ഗുണമാണോ സന്തോഷമാണോ നമുക്ക് വേണ്ടത്? സന്തോഷമൊക്കെ പിന്നീട് വന്നാൽ മതി, ഇപ്പം നമുക്ക് ഗുണമാണ് വേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെ കുറിച്ച് ചർച്ച ചെയ്തു. അയാൾക്ക് ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും സിന്നമിക് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടുകളെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റും. അതിൽ തന്നെ സിന്നമിക് ആസിഡിൻ്റെ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് പറ്റില്ല. അപ്പോൾ സിന്നമിക് ആസിഡിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചാൽ ഒരു ചേഞ്ചും സംഭവിക്കില്ല എന്നല്ല, അതിലെ ഡബിൾ ബോണ്ട് റെഡ്യൂസ്ഡ് ആവില്ല. പക്ഷേ COOH എന്ന കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെ പ്രൈമറി ആൽക്കഹോളാക്കി മാറ്റാനുള്ള കഴിവ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് ഉണ്ടെന്ന് ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന ചാപ്റ്റർ ഇനി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എഴുതി തരും. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചതൊന്നും അല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഓരോന്ന് സ്വീകരിക്കടാ മോനെ. COOH ഗ്രൂപ്പ് CH2OH ആയിട്ട് മാറും. അതുകൊണ്ട് സിന്നമിക് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടിനൊന്നും സംഭവിക്കില്ലെങ്കിലും COOH CH2OH ആയിട്ട് മാറും എന്ന് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ച 5 റെഡ്യൂസിങ് ഏജൻറ്റിൽ ഒരാളാണല്ലോ റെഡ് ഫോസ്ഫറസ് ബാർ HI. അയാളെ കുറിച്ചൊന്ന് സ്പെഷ്യലായിട്ട് 2-3 കാര്യങ്ങൾ പറയാം. ഇവിടെ ഇപ്പോൾ 2 ആളുണ്ട്. റെഡ് ഫോസ്ഫറസും ഉണ്ട്, HIയും ഉണ്ട്. ബാർ ഇട്ടാൽ അതിനർത്ഥം ഏതെങ്കിലും ഒരാൾ മതി എന്നല്ല കേട്ടോ, 2 പേരും വേണം. ഇതിനെ വായിക്കേണ്ടത് റെഡ് ഫോസ്ഫറസ് ഇൻ പ്രസൻസ് ഓഫ് HI എന്നാണ്. ആക്ച്വലി ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് അഥവാ റിയേജൻറ്റ് എന്ന് പറയുന്നത് HI ആണ്. HI ആണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ റിഡക്ഷൻ നടത്തുന്നത്. അതായത് ഹാലജനെ മാറ്റിയിട്ട് പകരം ഹൈഡ്രജൻ കൊടുക്കുന്നത് HI ആണ്.
പിന്നെ എന്തിനാണ് നമ്മളിവിടെ റെഡ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത്? കേൾക്കണേ, ടു പ്രിവെൻറ്റ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ആൽക്കൈൽ ഹാലൈഡും HAയും തമ്മിലാണല്ലോ ആക്ച്വൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ശ്രദ്ധിച്ചോളണേ. ആ എക്സ് പോകും, ഈ എക്സ് ഇവിടുന്ന് പോകും, എന്നിട്ട് പകരം H വരും, അപ്പോൾ RH കിട്ടും. ഓക്കെ ആണല്ലോ. പ്ലസ് ഇവിടെ 2H ഉണ്ട്, 2H ഉണ്ട്. അതിലൊരു Hഉം ഈ എക്സും തമ്മിൽ കൂടി ചേർന്ന് HX ആകും. കിട്ടിയില്ലേ? അത് കഴിഞ്ഞ് 2I ഉണ്ടടാ, ആ 2I I2 ആയിട്ട് മാറും. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇതാ നോക്കടാ, എക്സ് ഇവിടുന്ന് പോകും, പകരം ആറിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു H വരും. ആ എക്സ് എങ്ങോട്ടാ പോയത്? ഇതിവിടുത്തെ അടുത്ത Hൻ്റെ കൂടെ ഇവിടെ 2HI ഉണ്ടല്ലോ, 2HI, അതിൽ ഒരു Hൻ്റെ കൂടെയാണ് ഈ എക്സ് പോകുന്നത്, HX ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ആര് ബാക്കിയായി? 2I ബാക്കിയായി, അത് I2 ആയിട്ട് മാറും. ഈ I2വിനൊരു പ്രത്യേകത ഉണ്ട്. ഈ I2 എന്ന് പറയുന്ന ആൾ ഹൈലി അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ I2വിന് I2 ആയിട്ട് നിലനിൽക്കാൻ ഇഷ്ടമല്ല. അയാൾക്ക് പെട്ടെന്ന് വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറാൻ തോന്നും. അപ്പോൾ I2വിന് വേറൊന്നുമായിട്ട് മാറാൻ ഒരു വഴിയില്ലെങ്കിൽ I2 എന്താ ചെയ്യാന്നറിയോ? ഇപ്പം നടന്ന റിയാക്ഷൻ ഇല്ലേ, ആ റിയാക്ഷൻ തിരിച്ചു നടക്കും. അഥവാ ഇതിപ്പോൾ ഫോർവേഡ് റിയാക്ഷനാണ് നടന്നത് എങ്കിൽ ആ അയോഡിൻ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ആ അയോഡിൻ ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്താൻ പ്രേരിപ്പിക്കും. അയോഡിൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എനിക്ക് I2 ആയിട്ട് നിൽക്കണ്ട, എനിക്ക് ഈ റിയാക്ഷൻ തന്നെ ഇപ്പം നടന്നിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടായല്ലോ, I2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്തത് ഈ റിയാക്ഷൻ നടന്നിട്ടല്ലേ, ഈ റിയാക്ഷൻ നടക്കണ്ട, ഇതിൻ്റെ ബാക്ക്വേർഡ് നടന്നോട്ടെ എന്നും പറഞ്ഞ് I2 എന്ന് പറയുന്ന അൺസ്റ്റേബിൾ മോളിക്യൂൾ ഈ റിയാക്ഷൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള ആൽക്കൈൽ ഹാലൈഡ് ഇവിടെ ആൽക്കൈനിൻ്റെ പ്രിപ്പറേഷൻ ആണല്ലോ നമ്മുടെ ചർച്ച. എനിക്ക് ആവശ്യമുള്ള ആൽക്കൈനിൻ്റെ പ്രൊഡക്ഷൻ ഈൽഡ് ഇവിടെ കുറയും. കാര്യം ഫോർവേഡ് റിയാക്ഷൻ നടന്നാലല്ലേ ഈ ആൽക്കൈൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ I2 അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇയാൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ RH പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ I2 ഒരു പ്രശ്നക്കാരനാണ് എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഇതിൻ്റെ സാരം. ആ I2വിനെ മിണ്ടാണ്ടിരുത്താൻ, അൺസ്റ്റേബിൾ ആയ I2വിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനാണ് റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പേ നമ്മൾ റെഡ് ഫോസ്ഫറസിനെ കയ്യിൽ കരുതുന്നത്. അപ്പോൾ റെഡ് ഫോസ്ഫറസ് എന്താ ചെയ്യാറിയോ? I2 ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴേക്ക് വാ മോഞ്ഞേ വാ എന്നും പറഞ്ഞിട്ട് ഈ ഫോസ്ഫറസ് എന്ത് ചെയ്യും? ഈ 3 I2വുമായിട്ട് റിയാക്ട് ചെയ്ത് 2PI3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അഥവാ ഫോസ്ഫറസ് ട്രൈ അയോഡൈഡ് PI3, PX3 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ PI3 ആയി ഇങ്ങനെ മാറും. അപ്പോൾ റെഡ് ഫോസ്ഫറസിന് ആദ്യമേ നമ്മൾ ഈ സിസ്റ്റത്തിൽ എടുക്കുന്നുണ്ട്. എന്തിനാ? I2 ഉണ്ടാകുമെന്ന് നമുക്കറിയാം, ആ I2 കുഴപ്പക്കാരനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ I2 ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തും എന്നും നമുക്കറിയാം. ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് വേണ്ടത്ര അളവിൽ കിട്ടില്ല എന്നും നമുക്കറിയാം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താ? I2 എന്ന് പറയുന്ന മോളിക്യൂൾ ജനിക്കുമ്പോഴേ തീർത്ത് കളഞ്ഞോളണം. അതിനു വേണ്ടിയാണ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ആരെ കൂടെ കരുതിയത്? റെഡ് ഫോസ്ഫറസിനെ കൂടെ കരുതിയത്. I2 ജനിക്കുന്നു, റെഡ് ഫോസ്ഫറസ് കയറി മേയുന്നു, 2PI3 എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നു. PI3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയാൽ മറ്റാളെ ശല്യം കഴിഞ്ഞു. ആരാ? ഇനി അവിടെ I2 ഇല്ല, I2 ആണ് പ്രശ്നക്കാരൻ. ആ I2 അവിടെ നിന്ന് ഇല്ലാണ്ടായി. അപ്പോൾ പഠിച്ചു വെക്കുക, റെഡ് ഫോസ്ഫറസ് ബാർ HAയിൽ ആക്ച്വൽ റിയേജൻറ്റ് ഓർ റെഡ്യൂസിങ് ഏജൻറ്റ് HA ആണ്. റെഡ് ഫോസ്ഫറസിന് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഓർത്തു വെക്കുക. കിട്ടിയല്ലോ. അടുത്തത് വെരി 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 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ. ഒരുപാട് സമയം ഇത് പറയാനുണ്ട്, നിങ്ങൾ ആവശ്യക്കാരാണ്, അതുകൊണ്ട് ഇരുന്ന് കണ്ടോളുക. വുഡ്സ് റിയാക്ഷൻ ആരാണ്? വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റ് കേൾക്കണേ മോനെ, സോഡിയം ബാർ ഡ്രൈ ഈതർ. മറക്കരുതേ, വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റ് സോഡിയം ബാർ ഡ്രൈ ഈതർ. മറക്കരുതേ, വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റ് സോഡിയം ബാർ ഡ്രൈ ഈതർ. ആ എന്താ സാറേ ഡ്രൈ ഈതർ, ഡ്രൈ അല്ലാത്ത അക്വസ് ഈതർ ഉപയോഗിച്ച എന്താ പ്രശ്നമുണ്ടോ? ഉണ്ട്. അത് സാറ് പറഞ്ഞുതരും. എപ്പോൾ? കുറച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ്. മെക്കാനിസം വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഗേഷ്യസ് ഫേസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഫ്രീ റാഡിക്കലാണ്. അക്വസ് ഫേസിലാണെങ്കിൽ SN2 ആണ്. ജസ്റ്റ് വിട്ടേക്ക്. ഗേഷ്യസ് ഫേസിലാണ് ഈ പറയുന്ന റിയാക്ഷൻ. ഏതിൻ്റെ റിയാക്ഷൻ? ആര് ഗേഷ്യസ് ഫേസിലാണെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ഗേഷ്യസ് ഫേസിലാണെങ്കിൽ ഫ്രീ റാഡിക്കലാണ്. ആൽക്കൈൽ ഹാലൈഡ് അക്വസ് ഫേസിലാണെങ്കിൽ SN2 ആണ്. ദാറ്റ്സ് ഓൾ. എന്താണ് റിയാക്ഷൻ നോക്കിക്കോളണേ. 2 ആൽക്കൈൽ ഹാലൈഡ്, 2 ആൽക്കൈൽ ഹാലൈഡ് വേണം. ഇതാ റിയാക്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 ആൽക്കൈൽ ഹാലൈഡ് വേണം.
ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈ ഈതർ ഉണ്ട്. റിയാക്ഷൻ എന്താ സംഭവിക്കുക? ശരിക്കും ശ്രദ്ധിച്ചോളണേ. ഇവിടുത്തെ ഹാലജൻ ഇല്ലടാ, 2 ഹാലജനും പോകും. എന്നിട്ട് RR എന്ന പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ് സോഡിയം ഇല്ലടാ, ആ സോഡിയം 2 ഹാലജനെ ഏറ്റെടുക്കും. അപ്പോൾ 2NaX ഉണ്ടാകും. ഒരു സോഡിയത്തിന് ഒരു ഹാലജൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സോഡിയം ഉണ്ടല്ലോ ഇവിടെ. ആരോ മാർക്കിന് മുകളിൽ Na എന്ന് എഴുതിയാൽ അതിനർത്ഥം അവിടെ ഒരു സോഡിയമേ ഉള്ളൂ എന്നതിനർത്ഥമില്ല. സോഡിയം എന്നാണ്, അത് എത്ര വേണമെങ്കിലും ഉണ്ട്. 2 ഹാലജൻ അയാൾ ഏറ്റെടുക്കും. ആൻഡ് ദിസ് ഈസ് അവർ പ്രൊഡക്റ്റ്. RR എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ ആണ്, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളാണ്. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ പ്രകാരം ആൽക്കെയിൻ ഉണ്ടായി. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാണുന്നത്. നോക്കിക്കൊള്ളാം മോനെ, ഈ റിയാക്ഷൻ നോക്കിയേ. 2 മോളിക്യൂൾ CH3Cl, സോഡിയം ബാർ ഡ്രൈ ഈതർ. എന്താ പ്രൊഡക്റ്റ്? എടാ ഇയാളെ ഇതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ക്ലോറിൻ അങ്ങോട്ട് പോട്ടെ. ക്ലോറിൻ പോയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആരാ? CH3 എന്നല്ല ആൽക്കൈൽ ഗ്രൂപ്പ്. അതിനെ 2 തവണ എഴുതുക, CH3 എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വരട്ട് കൊടുക്കുക. സാറേ എന്തൊക്കെയോ ഒന്നുമില്ലടാ, നോക്കിക്കോ. ഈ ക്ലോറിൻ അവിടെ നിന്നാണ് മാറ്റുക. ബാക്കി കാണുന്ന ഈ ആൽക്കൈൽ ഗ്രൂപ്പില്ലടാ, ഈ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത്രയും വലിയ ആൽക്കൈൽ ഗ്രൂപ്പ്, അതിനെ 2 വട്ടം എഴുതണം. നോക്കിക്കോട്ടോ. 1-ാം വട്ടം ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ, CH3. 2-ാം തവണ ഞാൻ എഴുതുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? ഇതേ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചാണ് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക? CH3 സിംഗിൾ ബോണ്ട് CH, താഴേക്ക് CH3. അപ്പോൾ കണ്ടില്ലേ, ഒരാൽക്കൈൽ ഗ്രൂപ്പ് നേരെ എഴുതി, മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് തിരിച്ചെഴുതി. എന്നിട്ട് അവർക്കിടയിൽ പുതിയ ഒരു ബോണ്ട് ഫോം ചെയ്യുക. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുത്താൽ പ്രൊഡക്റ്റായി. പേരൊക്കെ ഒന്ന് ഇട്ടോക്ക്, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പേര് കിട്ടും. നിയോപെന്റൈൽ ക്ലോറൈഡിനെ സോഡിയം ബാർ ഈതർ, ഡ്രൈ ഈതർ ഉപയോഗിച്ചാൽ അഥവാ വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ എന്താ പ്രൊഡക്റ്റ് കിട്ടുക? നിയോപെന്റൈൽ ക്ലോറൈഡാണ്. നിയോപെന്റൈൽ എന്ന് പറഞ്ഞാൽ കാർബൺ 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 കാർബൺ, 5 കാർബണുകൾ ഇങ്ങനെ വന്നാലല്ലേടാ നിയോപെന്റൈൽ എന്ന ആൽക്കൈൽ ഗ്രൂപ്പ്. അതിലൊരു ക്ലോറിൻ ഉണ്ട്. ആരോ മാർക്കിന് മുകളിൽ സോഡിയവും ഡ്രൈ ഈതറും ഉണ്ട്. 2 മോളിക്യൂൾ നിർബന്ധമായിട്ടും വേണം. ആരാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ 2 മോളിക്യൂൾ വേണം. ഈ ക്ലോറിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ 2 വട്ടം എഴുതണം. 2-ാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചെഴുതണം. അപ്പോൾ ആദ്യത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഞാൻ എഴുതി 1, 2, 3, 4, 5. 2-ാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ, ഇതേ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചെഴുതണം. തിരിച്ചെഴുതിയാൽ ഇതേപോലൊക്കെ തന്നെ ഉണ്ടാവില്ല, 1, 2, 3, 4, 5. ആ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾക്കിടയിൽ പുതിയ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. പഠിച്ചല്ലോ. അപ്പോൾ ഇവൻ്റെ പേരൊക്കെ ഒന്ന് ഇട്ടോക്ക്. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. 2-ലും 5-ലും 4 മീഥൈലുണ്ട്. അപ്പോൾ 2,2 5,5 ടെട്രാ മീഥൈൽ ഹെക്സൈൻ എന്നതിൻ്റെ പേര് വരും. എഴുതി നോക്കുക, മനസ്സിലാക്കുക. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ ഗീവ്സ് ഈക്വൽ എമൗണ്ട് ഓഫ് 2,5 ഡൈമീഥൈൽ ഹെക്സൈൻ ത്രൂ വുഡ്സ് റിയാക്ഷൻ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ, ട്രൂ ഓർ ഫോൾസ് ആണ് ക്വസ്റ്റ്യൻ. എടാ മോനെ, 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ, ഇതാണല്ലോ ചർച്ച. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. അപ്പോൾ പ്രൊപ്പൈൻ ആണ്. 1 ക്ലോറോ, 1-ാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്. 2 മീഥൈൽ, 2-ാമത്തെ കാർബണിൽ മീഥൈലുണ്ട്. അപ്പോൾ ഇയാളാണ് ആള്. ഇതിനെ വുഡ്സ് റിയാക്ഷൻ നടത്തി നോക്കണം. വുഡ്സ് റിയാക്ഷൻ, സോഡിയം ബാർ ഈതർ. ഓക്കെ, 2 മോളിക്യൂൾ ഉപയോഗിക്കണം. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4 ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ, ഈ ക്ലോറിൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ ഞാൻ നേരെ എഴുതി. ഇതേ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചു എഴുതണം. അപ്പോൾ 1, 2, 3 ഇവിടെ ബ്രാഞ്ച്, ഇവിടെ ഇവർക്കിടയിൽ പുതിയ ബോണ്ട് വരും. ഇവൻ്റെ പേരൊന്ന് നോക്കിയേ, 2,5 ഡൈമീഥൈൽ ഹെക്സൈൻ. ശരിയല്ലേ? അപ്പോൾ വുഡ്സ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ 2,5 ഡൈമീഥൈൽ ഹെക്സൈൻ തരും എന്നത് ശരിയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ ഞാനിവിടെ എഴുതുന്നുണ്ട്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. എന്താ സാറേ ഇത് തരും നിങ്ങൾ പറയും ചെയ്യുക, എന്നിട്ട് ഫാൾസ് ആണെന്ന് പറയാം. പ്രശ്നം ഇവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതൊരു പ്രശ്നം പിടിച്ച ഡയലോഗാണ്. ഈക്വൽ എമൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ എത്ര അളവിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്? 2 മോളിക്യൂൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് 1 മോളിക്യൂളിലല്ലേ ഇവിടെ കിട്ടുന്നുള്ളൂ. 2 മോളിക്യൂളിലെയും ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൂടി ഒറ്റ മോളിക്യൂളായിട്ടാവണത്. അപ്പോൾ 10 മോൾ റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ വുഡ്സ് റിയാക്ഷൻ കഴിയുമ്പോൾ 5 മോൾ ആൽക്കേനെ ഉണ്ടാവുള്ളൂ. അതായത് വുഡ്സ് റിയാക്ഷനിൽ 2 മോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നത് 1 മോളുമാണ്. അപ്പോൾ 10 മോൾ ഉപയോഗിച്ചാൽ 5 മോളെ കിട്ടുള്ളൂ. 100 മോൾ ഉപയോഗിച്ചാൽ 50 മോളെ കിട്ടുള്ളൂ. 50 മോൾ ഉപയോഗിച്ചാൽ 25 മോളെ കിട്ടുള്ളൂ. നേർപകുതിയാണ് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ അളവ്. അതുകൊണ്ട് ഈക്വൽ എമൗണ്ട് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇയാളെ ഇവിടെ ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ കാരണം. ബാക്കിയൊക്കെ സെയിമാ. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു ട്വിസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കണം.
റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ വളരെ കറക്റ്റ് ആക്യുറേറ്റ് നല്ലോണം അറിയുന്നൊരു കുട്ടി അത് കറക്റ്റ് ആണല്ലോ എന്നുള്ളതിലേക്ക് ചാടി കയറി ട്രൂ എന്നൊക്കെ എഴുതും. ഈക്വൽ എമൗണ്ട് ഓഫ് എന്ന വാക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്, അത് തെറ്റാണ്. അടുത്ത കോമ്പൗണ്ട് ഒരു ഓപ്ഷൻ ഒരു റിയാക്ഷനും അതിൻ്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നൊന്നും ചെയ്തു നോക്കിക്കേ. വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ ആണെന്ന് കണ്ടാൽ അറിയാം. ഒരു ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്, ആരോമാർക്കിനുള്ളിൽ സോഡിയം ഡ്രൈതറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മോനെ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ആൻസർ കണ്ടതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. മോനെ ഇതിൻ്റെ ആൻസർ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഇവിടെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. സാറേ വുഡ്സ് റിയാക്ഷനിൽ നിങ്ങൾ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇയാളാണ് മേജർ പ്രൊഡക്റ്റ് എന്നത് സത്യമാണ്. പക്ഷെ വുഡ്സ് റിയാക്ഷനിൽ ഇതല്ലാത്തയും റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതെന്താ? അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത്. വുഡ്സ് റിയാക്ഷനിൽ ആരാണടാ പോകുന്നത് ക്ലോറിൻ ആണല്ലോ പോണത്. അപ്പോൾ ആ ക്ലോറിൻ പോകുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ഇതിൻ്റെ ബീറ്റാ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഒരു HCl ഇവിടുന്ന് ഇങ്ങനെ പോകും. ബീറ്റാ കാർബണിന് HCl എന്ന് എഴുതണ്ട, കാര്യം HCl ആയിട്ടാണ് അത് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എച്ചും പോകും CLും പോകും. അപ്പോൾ നോക്കിക്കോട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കിക്കേ. ഇവിടെ CH2 എന്നുണ്ടാകും, ഇവിടെ CH2 എന്നുണ്ടാകും. ശരിയല്ലടാ? ഇവിടെ നിന്ന് ആരാ പോയത്? ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് ക്ലോറിൻ പോയി. ഇതൊക്കെ വളരെ ചുരുങ്ങിയ അളവിൽ എവിടെ നടക്കുന്നുണ്ട്? വുഡ്സ് റിയാക്ഷൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ്റെ കൂടെ നടക്കുന്ന അടുത്ത റിയാക്ഷൻ മനസ്സിലാക്കി വെച്ചോ. ബീറ്റാ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകുന്നുണ്ട്, വളരെ കുറഞ്ഞ അളവിൽ, മേജർ പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ നോക്കിയടാ, ഇവിടുന്ന് CH2 എന്ന് മാത്രമായി, ഇവിടെയും CH2 എന്ന് മാത്രമായി. സ്വാഭാവികമായിട്ടും ആ രണ്ട് CH2ന്റെ ഇടയിൽ ഉള്ള സിംഗിൾ ബോണ്ട് എന്ത് ബോണ്ടായി മാറും? ഡബിൾ ബോണ്ടായിട്ട് മാറും. കാര്യം എന്താ? അവർക്കിടയിലുള്ള വാലൻസ് ഇപ്പോൾ 3 ആ 3നെ 4 ആക്കാൻ അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയാൽ മതി. അതുകൊണ്ട് അവരുടെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. രണ്ടാമത്തെ ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഒരു ക്ലോറിനൊക്കെ പോയി അവിടുത്തെ ഒരു ഹൈഡ്രജനൊക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഇവിടുന്ന് ഒരു ക്ലോറിൻ പോയി. വുഡ്സ് റിയാക്ഷനിൽ ക്ലോറിൻ പോകുമല്ലോ. അപ്പോൾ തൊട്ട് മുമ്പത്തെ മോളിക്യൂളിലുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹൈഡ്രജൻ, ഇവൻ ആ നാറി പോയപ്പോഴാണ് മനസ്സിലായത് ഈ ക്ലോറിൻ പോയത് എന്നെ കണ്ടല്ല. എടാ സംഭവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ക്ലോറിൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ഇവിടുന്ന് നോക്കുകയാണ് കേട്ടോ ഹൈഡ്രജൻ. എന്തിന്? ക്ലോറിൻ ഇറങ്ങുമ്പോൾ വേണം ഇറങ്ങാൻ. ഈ പൊട്ടൻ്റെ വിചാരം ക്ലോറിൻ ഇവനെ കാത്തിരിക്കണെന്നാ. ക്ലോറിൻ ഇറങ്ങി. അപ്പോൾ ഹൈഡ്രജൻ പൊട്ടൻ എന്ത് വിചാരിച്ചു? ക്ലോറിൻ എന്നെ കാത്ത് എന്നെയും മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഇറങ്ങി. പക്ഷെ ക്ലോറിൻ സത്യത്തിൽ ആരെ കണ്ടിറങ്ങിയതാ? റിയാക്ഷൻ നടക്കുന്നത് വുഡ്സ് റിയാക്ഷൻ ആണല്ലോ, സോഡിയത്തിൻ്റെ പ്രസൻസിലാണ്. സോഡിയത്തിനെ കണ്ടപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്ത്? അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ആര് പൊട്ടനായി? ഹൈഡ്രജൻ പൊട്ടനായി. പൊട്ടനായ ഹൈഡ്രജൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ നേരെ ഒന്നും അറിയാത്ത പോലെ തൊട്ടടുത്ത് ക്ലോറിൻ ഇറങ്ങാൻ കാത്തിരിക്കുന്ന മറ്റൊരു വീടുണ്ട്. ഇവിടുന്ന് ഒരു ക്ലോറിൻ ഇറങ്ങാൻ കാത്തിക്കുക. ക്ലോറിൻ ഇറങ്ങിയ ഗ്യാപ്പ് അവിടെ കയറി ആര് നിന്നോളും? ഹൈഡ്രജൻ കയറിയാണ്ട് നിന്നോളും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് നോക്കിക്കേ. കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ CH3 കഥയൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല. ഇവിടെ ഒരു CH2 എന്നാണ് ഉണ്ടായിരുന്നത്, അതിലേക്ക് ഒരു ഹൈഡ്രജൻ വന്നാൽ CH3 എന്നായി. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് വുഡ്സ് റിയാക്ഷനിൽ ഒരു ആൽക്കീനും ആൽക്കെയിനും കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇയാളെ നമുക്ക് എന്തായാലും അറിയാം. കൂടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ദി ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയില്ലെന്ന് പറയരുത്. നീറ്റിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചാനലിലൊരു വീഡിയോ വരും. എന്താണ് ആ വീഡിയോ എന്നറിയോ? നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു. അന്ന് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഈ സാധനമൊക്കെ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ കണ്ടിപ്പാ നിങ്ങൾക്കിത് നീറ്റിന് ഒരുപാട് ഗുണം കിട്ടും, ഉറപ്പ്. ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്, നമ്മൾ അത്രയ്ക്ക് കണ്ടന്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടടാ. റിപ്പീറ്റ് ബാച്ചിൽ എങ്ങനെയാണോ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഞാൻ തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടെർഷ്യറി, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ലിമിറ്റേഷൻസ് ഓഫ് വുഡ്സ് റിയാക്ഷനിൽ ഞാനിത് വീണ്ടും പറയും. വുഡ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ വുഡ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ വുഡ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ ഹാലജൻ പോയിട്ട് ആ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കണക്റ്റ് ആവുന്ന പരിപാടിയാണല്ലോ വുഡ്സ് റിയാക്ഷൻ. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ ആൽക്കൈൽ ഹാലൈഡ് ടെർഷ്യറി ആണെങ്കിൽ അവിടെ വുഡ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ക്ലോറിൻ പോകുന്നു എന്നിട്ട് അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, അതല്ല നടക്കുക. പകരം എലിമിനേഷൻ പ്രൊഡക്റ്റ് വിൽ ബി ദി മേജർ. ഏത് പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുക? എലിമിനേഷൻ പ്രൊഡക്റ്റ്. അതായത് ക്ലോറിൻ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ടടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ പൊസിഷൻ, ഇതാണല്ലോ ബീറ്റ പൊസിഷൻ. ഇത് ആൽഫ, ഇത് ബീറ്റ. ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനും പോകും.
ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ അങ്ങനെ കുറച്ച് ചിത്താന്തമൊക്കെ ഉണ്ട്. എന്താ സംഭവിക്കുക? ബീറ്റാ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. അപ്പോൾ നോക്കിയേ, CH3 അങ്ങനെ തന്നെ ഉണ്ട്, CH3 അങ്ങനെ ഉണ്ട്, സിംഗിൾ ബോണ്ട് C, മുകളിലുള്ള CH3 കഥയൊന്നും അറിഞ്ഞിട്ടില്ല. ഈ കാർബണിൽ നിന്നിപ്പോൾ ക്ലോറിൻ പോയി, താഴെയുള്ള ഹൈഡ്രജൻ CH3 ഇല്ലേ, അവിടുന്ന് ഒരു ഹൈഡ്രജനും പോകും, ബാക്കി എന്തുണ്ടാകും? CH2 ഉണ്ടാകും. അപ്പോൾ ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. രണ്ടുപേരുടെയും വാലൻസി ഓരോന്ന് കുറഞ്ഞല്ലോ, ആ കുറഞ്ഞ വാലൻസിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ മതി. അപ്പോൾ അവരുടെ വാലൻസി കംപ്ലീറ്റഡ് ആകും. ഇതിനെയാണ് നമ്മൾ എലിമിനേഷൻ പ്രൊഡക്റ്റ് എന്ന് പേര് വിളിക്കുക. എന്താടാ? എലിമിനേഷൻ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ വുഡ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എന്താണെങ്കിൽ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ നമ്മൾ സാധാരണ വുഡ്സ് റിയാക്ഷൻ പഠിച്ച പരിപാടിയില്ലേ, ഹാലജനെയാണ് മാറ്റി വെക്കുക, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ എങ്ങനെ വെക്കുക, അടുത്ത ആൽക്കൈലിനെ തിരിച്ചിങ്ങനെ നിർത്തുക, എന്നിട്ട് അവർക്കിടയിൽ ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ള പരിപാടി വെച്ചിട്ട് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. അത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. മേജർ പ്രൊഡക്റ്റ് ഈസ് ദി എലിമിനേഷൻ പ്രൊഡക്റ്റ്. എപ്പോൾ? ഇഫ് ദി ആൽക്കൈൽ ഹാലൈഡ് ഈസ് ടെർഷ്യറി. പഠിച്ചു വെക്ക്, ഇഫ് ദി ആൽക്കൈൽ ഹാലൈഡ് ഈസ് ടെർഷ്യറി, എലിമിനേഷൻ പ്രൊഡക്റ്റ് വിൽ ബി ദി മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ എലിമിനേഷൻ നടന്നിട്ട് കിട്ടുന്ന ഇയാളില്ലേടാ, അതാണ് ഇവിടെ മേജർ പ്രൊഡക്റ്റ്. മൈനർ പ്രൊഡക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേത് ആൽക്കൈനൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്കിതൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിട്ട് ഇതിനെ അവലംബിക്കാൻ പറ്റില്ല. എപ്പോൾ? ഇഫ് ദി ആൽക്കൈൽ ഹാലൈഡ് ടേക്കൺ ഈസ് ടെർഷ്യറി, എടുത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ടെർഷ്യറി ആണെങ്കിൽ. ഓക്കെ, ഇനി വുഡ്സ് അത് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. നേരത്തെ പറഞ്ഞ നോട്ടുകളൊക്കെ ഒന്ന് കൃത്യം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോളണം. ടു ഗെറ്റ് 3,6 ഡൈമീഥൈൽ ഒക്ടേൻ ത്രൂ വുഡ്സ് റിയാക്ഷൻ ഡാഷ് ഈസ് യൂസ്ഡ്. എടാ, ഇവിടെ എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുവരെ നമ്മൾ റിയാക്റ്റൻ്റ് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് കാണുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റാണ് പറയണേ. 3,6 ഡൈമീഥൈൽ ഒക്ടേൻ, 3,6 ഡൈമീഥൈൽ ഒക്ടേൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ വഴി ഇത് കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ കിട്ടാനുള്ള പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് ആദ്യം ഇവിടെ വരച്ച് വെക്കുകയാണ്. ഡൈമീഥൈൽ ഒക്ടേൻ ആണ്. ഒക്ടേൻ എന്ന് പറഞ്ഞാൽ 8 കാർബൺ ആണല്ലോ. ഞാൻ ആദ്യം നീട്ടി വലിച്ചെഴുതാം. 1 2 3 4 5 6 7 8 ഇതാണ് ഒക്ടേൻ. അതിൽ 3ലും 6ലും 3 എന്ന് പറഞ്ഞാൽ ഇതാണ്, 6 എന്ന് പറഞ്ഞാൽ 4 5 6 ഇതാണ്. ഇവിടെയും ഓരോ ഡൈമീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. പിന്നെ മോനെ, ഇതാണ് വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാവേണ്ടത്. വുഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ, അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇതൊരു സിമ്മെട്രിക്കൽ ആൽക്കൈനാണ് ഉണ്ടാവുക. എപ്പോഴും ഒരു സിമ്മെട്രിക്കൽ ആൽക്കെയിൻ, സിമ്മെട്രിക്കൽ മറക്കരുതേ, സിമ്മെട്രിക്കൽ ആൽക്കെയിനാണ് വുഡ്സ് റിയാക്ഷനിൽ ഫോം ചെയ്യുള്ളൂ. ഉറപ്പല്ലേ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ അതേ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചും, എന്നിട്ട് അവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ സിമ്മെട്രിക്കൽ ആൽക്കൈൽ ഗ്രൂപ്പ് സിമ്മെട്രിക്കൽ ആൽക്കെയിൻ എന്നാണ് പേര് വിളിക്കുക. കാര്യം രണ്ട് ഭാഗത്തുനിന്നും ഒരേപോലെയാണ് എന്തുണ്ടാവുക, ഗ്രൂപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് വിൽ ബി എ സിമ്മെട്രിക്കൽ ആൽക്കെയിൻ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റൻ്റ് ആരാണെന്ന് കാണാൻ ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ തന്നിരിക്കുന്ന മോളിക്യൂളിൻ്റെ എക്സാക്റ്റ് മിഡിലിലേക്ക് വന്നാൽ മതി. എക്സാക്റ്റ് മിഡിൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എണ്ണുക, 8 കാർബൺ ആണല്ലോ, അതിൻ്റെ എക്സാക്റ്റ് മിഡിൽ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് മിഡിൽ. ശരിയല്ലേടാ? എക്സാക്റ്റ് മിഡിലേക്ക് വരാൻ പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എന്താ, ഇവനാണ് എക്സാക്റ്റ് മിഡിൽ. ശരിയല്ലേ? ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത്രയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. എക്സാക്റ്റ് മിഡിലിൽ ഇങ്ങോട്ട് കട്ട് ചെയ്യുക, അതിങ്ങോട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചു കഴിഞ്ഞാൽ 2 ഫ്രാഗ്മെൻ്റ് ആയില്ലേ? അപ്പോൾ ഒന്നാമത്തെ ഫ്രാഗ്മെൻറ്റിൽ ആരാളെന്ന് നോക്കിയാൽ സി 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 സി, ഇവിടെ സി, ഈ ബോണ്ടാണ് പൊട്ടി. ആ ബോണ്ടിൻ്റെ അവിടെ ഒരു ഹാലജൻ ഇട്ട് കൊടുത്താൽ നിൻ്റെ എന്ത് കിട്ടി പറ? റിയാക്റ്റൻ്റ് കിട്ടി. അപ്പോൾ 2 മോളിക്യൂൾ, ഈ മോളിക്യൂളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സാക്റ്റ് മിഡിൽ നോക്കിയാണ് പൊട്ടിക്കുക. ആ പൊട്ടിച്ച ഭാഗത്ത് ഹാലജൻ തേച്ചിങ്ങോട്ട് പിടിപ്പിച്ചാൽ റിയാക്റ്റൻ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ, ഇതേ മോളിക്യൂളിന്, ഈ മോളിക്യൂളിന് വുഡ്സ് റിയാക്ഷൻ നടന്നാൽ ഇയാൾ കിട്ടൂലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ ചെയ്യേണ്ടത്? ഹാലജൻ പോകും. എന്നിട്ട് ഈ മോളിക്യൂളിനെ 2 വട്ടം എഴുതും. ഇതാ 1 വട്ടം എഴുതി, രണ്ടാമത്തെ വട്ടം തിരിച്ചെഴുതി, അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടായി. അങ്ങനെയാണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടായത്. നമ്മളോടിപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് റിയാക്റ്റൻ്റ് ആണല്ലോ ചോദിച്ചേ. അതുകൊണ്ട് സിമെട്രിക്കൽ ആൽക്കെയിനെ കിട്ടുള്ളൂ എന്ന് ഓർക്കുക. ആ സിമെട്രിക്കൽ ആൽക്കെയിനിൽ പൊട്ടിക്കുക, സെൻറ്റർ പൊട്ടിക്കുക. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ വുഡ്സ് റിയാക്ഷൻ എന്നാണ് ചോദ്യമെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് ആൽക്കെയിനെയാണ് വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റാത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണാനുള്ള ഒരു ത്രെഡ് എന്ന് പറയുന്നത് സിമ്മെട്രിക്കൽ ആൽക്കെയിനെ മാത്രമേ വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റൂ എന്നതായിരിക്കും അതിലുള്ള ഒരു ത്രെഡ്. ഉറപ്പായിട്ടും സിമ്മെട്രിക്കൽ അല്ലാത്ത ആൽക്കെയിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പഠിച്ചില്ല കുഞ്ഞെ? അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകാം.
ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ആൽക്കൈൽ ഹാലൈഡുകളാണല്ലോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, RX ആണല്ലോ പങ്കെടുക്കുന്നത്. RX ഈ എക്സ് എന്തൊക്കെയാവാം? ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. ഏതാവുമ്പോഴാണ് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക? അയഡിൻ ആവുമ്പോഴാണ് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക. അതെല്ലായിടത്തും അങ്ങനെയാണ്. അയഡിനാണ് കൂടുതൽ റിയാക്റ്റീവ്. എന്തുകൊണ്ടാണ് കാരണം? അയഡിൻ വലിയ ആളാണ്. അപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു അയഡിൻ എന്ന് പറഞ്ഞാൽ വലിയ കോമ്പൗണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബോണ്ടിന് ഭയങ്കര വലിപ്പം ഉണ്ടാവും. ബോണ്ട് വളരെ വലുതാണെങ്കിൽ ആ ബോണ്ട് പൊട്ടും. വീക്കായതുകൊണ്ട് വലിയ ബോണ്ടാണെന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടാണെന്നാണല്ലോ അർത്ഥം. ചെറിയ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും, വലിയ ബോണ്ട് ലെങ്ത് കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. വലിയ ബോണ്ട് വീക്ക് ബോണ്ടാണ്. അപ്പോൾ ആ ബോണ്ട് വേഗം പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ വേഗം നടക്കും. ഈ വുഡ്സ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ബോണ്ട് ആദ്യം പൊട്ടണമല്ലോ. ആൽക്കൈൽ ഹാലൈഡിൽ എക്സ് ഇങ്ങോട്ട് പോയിട്ടാണല്ലോ പകരം ആൽക്കൈൽ ഗ്രൂപ്പുകൾ തിരിഞ്ഞും മറിഞ്ഞും പരിപാടി നടത്തണേ. അപ്പോൾ അതിന് എക്സ് പോകണമെങ്കിൽ ആ ബോണ്ട് പൊട്ടണമെങ്കിൽ ആ ബോണ്ട് വീക്കാവണമെങ്കിൽ ഈ ഗ്രൂപ്പ് വലുതാരാണ്? അയോഡിനാണ്. അതുകൊണ്ട് ദാറ്റ് ഇസ് വൈ അയോഡിൻ ആവുമ്പോഴാണ് മോർ റിയാക്റ്റീവ്. ഓർത്ത് വെക്കുക. ഇനി ഞാൻ ആദ്യം ചോദിച്ച സാധനം, സോഡിയം ബാർ ഡ്രൈതർ ഉപയോഗിച്ചാൽ അവിടെ വുഡ്സ് റിയാക്ഷൻ നടക്കും. സോഡിയം ബാർ അക്വസ് ഈതർ ഉപയോഗിച്ചാൽ വുഡ്സ് റിയാക്ഷൻ നടക്കില്ല. എന്താ കാര്യം? ഞാൻ ആദ്യം പറഞ്ഞു സോഡിയം ബാർ ഡ്രൈതർ തന്നെ വേണം. സോഡിയം ബാർ അക്വസ് ഈതർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്താണ് കാരണം? സിമ്പിളാണ്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. അക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ സോഡിയത്തിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഈ സോഡിയത്തിന് ഒരു സ്വൈര്യം ഉണ്ടാവില്ല. വാട്ടറായിട്ട് വന്നാലേ, വെള്ളവുമായിട്ട് വന്നാൽ. കാരണം എന്താ? സോഡിയം എന്ത് ചെയ്യും? ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റലാണ്. എല്ലാ മെറ്റലുകളും ഹൈഡ്രേഷൻ നടക്കും. അണ്ടർഗോ ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് വന്ന് ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. അങ്ങനെ സോഡിയത്തിന് ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ആ സോഡിയത്തിന് ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല. സോഡിയം ഹിൻഡേഡ് ആയി പോവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സോഡിയത്തിന് ചുറ്റും വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പൊതിഞ്ഞു നിന്നാൽ പിന്നെ ആ സോഡിയത്തിന് എന്തിനു പറ്റുമോടെ? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പിന്നെ അയാളെ കിട്ടില്ല. അതുകൊണ്ടാണ് സോഡിയം ബാർ അക്വസ് ഈതർ ഉപയോഗിക്കാത്തത്. ഓർത്തു വെക്കുക. വൈ? ആൻസർ ഇതാണ്. സോഡിയം അണ്ടർഗോ ഹൈഡ്രേഷൻ ആൻഡ് വിൽ ബിക്കം അൺഅവൈലബിൾ ഫോർ റിയാക്ഷൻ നടത്താൻ അൺഅവൈലബിൾ ആകും. ഇനി ആൽക്കൈൽ ഹാലൈഡുകളിൽ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ ആൽക്കൈൻ കിട്ടും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഡൈഹാലൈഡുകൾ ഉണ്ടല്ലോ. എന്താ ഡൈഹാലൈഡ്? രണ്ട് ഹാലജൻ ഉള്ളിടത്ത് വുഡ്സ് റിയാക്ഷൻ നടന്നാൽ എന്താ കിട്ടുക എന്ന് ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഡൈഹാലൈഡ് 3 വിധമുണ്ട്. 1 വിസിനൽ ഡൈഹാലൈഡ്, 2 ജെമിനൽ ഡൈഹാലൈഡ്, 3 അതർ ഡൈഹാലൈഡ്, അല്ലെങ്കിൽ അതിനെ ഐസൊലേറ്റഡ് ഡൈഹാലൈഡ് എന്ന് പേര് വിളിക്കും. ഐസൊലേറ്റഡ് ഡൈഹാലൈഡ് ഓർത്തു വെക്കണേ. അപ്പോൾ 3 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 വിസിനൽ, 2 ജെമിനൽ, 3 ഐസൊലേറ്റഡ് ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ 2 ഹാലജൻ ഉണ്ട്. 2 ഹാലജനും അടുത്തടുത്ത കാർബണുകളിലാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കുക, CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഇതിപ്പോൾ ഒരു വിസിനൽ ഡൈഹാലൈഡാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അതിലേക്ക് വുഡ്സ് റിയാക്ഷൻ നടത്താൻ വേണ്ടി സോഡിയം ബാർ ഡ്രൈതർ ഉപയോഗിച്ചാൽ വുഡ്സ് റിയാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നിന്ന് ഹാലജൻ റിമൂവ് ആവുക എന്നതാണ്. ഹാലജൻ റിമൂവ് ആയി കഴിഞ്ഞാൽ ഈ കാർബണിനും ഓരോ വാലൻസിയുടെ കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ അടുത്തടുത്ത കാർബണുകൾക്ക് ഓരോ വാലൻസിയുടെ കുറവ് ഫീൽ ചെയ്താൽ പിന്നെ ഒന്നും നോക്കണ്ട, അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ ഈ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നുണ്ടായിരുന്നത് ഡബിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ എന്താ ഫോം ചെയ്യുക? പറ. ആൽക്കീൻ. ഓർത്തു വെക്കുക, ആൽക്കീൻ ആണ് ഫോം ചെയ്യുക. കിട്ടിയല്ലോ? നെക്സ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളണേ. സാധാരണ ഡൈഹാലൈഡ് ആണെങ്കിലാണ് ആൽക്കൈൻ ഉണ്ടാകുന്നത്. വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ ആ 2 ക്ലോറിൻ പോകും. ആ ക്ലോറിൻ പോയ കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറും. അപ്പോൾ അത് ആൽക്കീനായിട്ട് മാറും. ജെമിനൽ ഡൈഹാലൈഡ് ആണെങ്കിലും ആൽക്കീൻ തന്നെയാണ് ഉണ്ടാവുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജെമിനൽ. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് അത് ഞാൻ വിട്ടു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ജെമിനൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് പൊന്നുമക്കൾ എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. ആൽക്കിൻ കിട്ടുന്ന ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എന്താണ് ജെമിനൽ എന്ന് നമുക്കറിയാം. CH3 സിംഗിൾ ബോണ്ട് CH, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. 2 ക്ലോറിൻ ഉണ്ട്, പക്ഷേ 2 ക്ലോറിനും ഒരേ കാർബണിലാണ്. അപ്പോഴല്ലേ നമ്മൾ അതിനെ ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പേര് വിളിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന സാധനം ഒരു ജെമിനൽ ഡൈഹാലൈഡ് ആണ്. ഇതിന് വുഡ്സ് റിയാക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? കേൾക്കണേ മോനെ, ഞാൻ അതൊന്ന് ഇങ്ങോട്ട് മാറ്റി വരക്കുന്നുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH,
ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. പരാതിയില്ലല്ലോ. ഇതേ ജെമിനൽ ഡൈഹാലൈഡാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതേ ജെമിനൽ ഡൈഹാലൈഡിനെ ഒന്ന് തിരിച്ച് എഴുതി കൊടുക്കുക. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. പഠിച്ചില്ലേ? ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈ ഈതറും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഉത്തരം കാണാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടുന്ന് ക്ലോറിൻ പോവും, ഇവിടുന്ന് ക്ലോറിൻ പോവും, ഇവിടുന്ന് ക്ലോറിൻ പോവും, ഇവിടുന്ന് ക്ലോറിൻ പോവും. എല്ലാ ഹാലജനും എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നോക്കിക്കേട്ടാ ബാക്കി എന്താ ഉള്ളത് നോക്കിക്കേ. ആദ്യത്തെ ഫ്രാഗ്മെൻറ്റിൽ ഒരു CH3 CH ബാക്കിയുണ്ട്. രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റിൽ ഒരു CH3 ബാക്കിയുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ആ ക്ലോറിൻ പോയ കാർബണുകൾക്ക് 2 വാലൻസിയുടെ കുറവില്ലേ? ഇയാൾക്കും ഇയാൾക്കും 2 വാലൻസിയുടെ കുറവുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ പുതിയ 2 ബോണ്ട് ഉണ്ടാക്കും. പഠിച്ചോ? അപ്പോൾ കിട്ടുന്ന ആളെന്താ? ആൽക്കീൻ തന്നെ. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ ആൽക്കീൻ ഉണ്ടാകും, ജെമിനൽ ഡൈഹാലൈഡ് ആണെങ്കിലും ആൽക്കീൻ ഉണ്ടാകും. വ്യത്യാസം ഇതാണ്. വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലാണ്. വിസിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ, ജെമിനൽ ഡൈഹാലൈഡ് ആണെങ്കിൽ 2 ഡിഫറൻറ്റ് മോളിക്യൂളുകൾക്കിടയിൽ പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാണ് ചെയ്യുക. ഇനിയാണ് കഥ. ഈ പറഞ്ഞ ഡൈഹാലൈഡ് ഒന്നും അല്ല അതർ ഡൈഹാലൈഡ് അഥവാ ഐസൊലേറ്റഡ് ഡൈഹാലൈഡ് ആണെങ്കിൽ ഭയങ്കര രസമാണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ അറിയോ? സൈക്ലോ കോമ്പൗണ്ടാ. എന്താ സൈക്ലോ കോമ്പൗണ്ട്? സിമ്പിളാണ്. നോക്കിക്കോ, ഇതാ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. Cl, CH2 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 Cl. അപ്പോൾ 1,3 ഡൈക്ലോറോപ്രൊപ്പൈൻ ആണ് ഇവിടെ കാണുന്നത്. ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈ ഈതർ ഉണ്ട്. പൊന്നുമോനെ ശ്രദ്ധിക്കണേ, എന്താ സംഭവിക്കുക എന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോറിൻ പോകും, ഈ ക്ലോറിനും പോകും. ക്ലോറിൻ പോയ 2 കാർബണുകൾക്ക് ഇപ്പോൾ ഇയാൾക്കും ഇയാൾക്കും വാലൻസി കുറവ് വന്നിട്ടുണ്ടാവുമല്ലോ, ക്ലോറിനാണ് പോയല്ലോ. ആ 2 കാർബണുകൾ തമ്മിൽ അങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ നോക്കിയടാ, ആ 2 കാർബണുകൾ 2 അറ്റത്താണ് കിടക്കണേ. ആ 2 അറ്റങ്ങൾ തമ്മിൽ പുതിയതായിട്ടൊരു ബോണ്ട് ഇങ്ങോട്ട് ഫോം ചെയ്യുമ്പോൾ, അറ്റങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ ഈ കോമ്പൗണ്ട് സൈക്ലിക്കായി മാറൂലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ. അപ്പോടാ ഈ CH2 നേരെ ഈ CH2മായിട്ട് അങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കും, ഒറ്റ ബോണ്ട്. അപ്പോൾ ഒരു സൈക്ലിക് കോമ്പൗണ്ട് കിട്ടും. ആ സൈക്ലിക് കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അതുകൊണ്ട് 3 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് അഥവാ സൈക്ലോപ്രൊപ്പൈൻ കിട്ടും. അപ്പോൾ സിമ്പിളായി ഇങ്ങനെ ചെയ്താൽ മതി. ക്ലോറിൻ പോകുന്ന കാർബണുകൾ എണ്ണുക. 1, 2, 3 കാർബൺ ഉണ്ട്. ക്ലോറിൻ പോകുന്ന കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു എവിടെ നിന്നാണോ ക്ലോറിൻ പോയത് ആ 2 കാർബണുകൾക്കിടയിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണുക. 3 കാർബൺ. ആ 3 കാർബണുള്ള ഒരു റിങ് കിട്ടും. അപ്പോൾ ഇവിടെ വയ്ക്കുക, ഇവിടുന്ന് ക്ലോറിൻ പോകും, ഇവിടുന്ന് ക്ലോറിൻ പോകും. 1, 2, 3, 4 കാർബണുള്ള റിങ്, അതേതാ? സൈക്ലോബ്യൂട്ടൈന് കിട്ടും. സോഡിയം ബാർ ഡ്രൈ ഈതർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈക്ലോബ്യൂട്ടൈന് കിട്ടും. കിട്ടിയില്ലേ? ഇനി ഇതേ റിങ്ങുള്ള കോമ്പൗണ്ടുകളിൽ ബ്രാഞ്ചൊക്കെ വരുന്ന പ്രത്യേക ടൈപ്പുകളൊക്കെ ഉണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉണ്ട്. നോക്കിക്കേടാ, ഇവിടെ സംഭവിക്കണം എന്താന്ന് നോക്കിയേ. ഇവിടെ ക്ലോറിനുള്ള സ്ഥലങ്ങൾ നോക്കി വെക്ക്. ഇതാ ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഇതിപ്പോൾ ഐസൊലേറ്റഡ് ഡൈക്ലോറൈഡാ. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ വിസിനലും ജെമിനലും അല്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈ ഈതറും ഉണ്ട്. ചിന്തിക്കണം, എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുക? കേൾക്കടാ. 1, 2, 3, 4 കാർബണാണ് ഇവിടെ സൈക്ലിക് ആയിട്ട് നിൽക്കുക. കാരണം എന്താ? ക്ലോറിൻ പോയ കാർബണുകൾക്കിടയിലാണ് ബോണ്ട് ഫോം ചെയ്യുക. ഈ ക്ലോറിൻ ഇവിടുന്ന് പോയാൽ 1ാമത്തെ കാർബണും ഈ ക്ലോറിൻ ഇവിടുന്ന് പോയാൽ 4ാമത്തെ കാർബണും തമ്മിലാണ് പുതിയ ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ഈ CH3യോ, ഈ CH3 ബ്രാഞ്ച് ആയിട്ട് നിൽക്കും. അത് ഈ സൈക്ലിക് ഫോർമേഷനിൽ, റിംഗ് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു സൈക്കിൾ വരക്കണം, തീർച്ചയായിട്ടും റിംഗ് വരക്കണം. റിങ്ങിൽ എത്ര കാർബണേ ഉള്ളൂ? 4 ഉള്ളൂ. അപ്പോൾ 4 കാർബണുള്ള ഒരു റിംഗ്. അതിൽ 4ാമത്തെ കാർബണിൽ, ഇതിലേതാ 4ാമത്തെ കാർബൺ? ഇതിൽ ഏത് വേണമെങ്കിലും 4ാമത്തെ കാർബൺ ആവാലോ, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാലോ. ഒരു കാർബണിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിയാൽ മീഥൈൽ സൈക്ലോബ്യൂട്ടൈൻ ആണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത നോക്കിക്കടാ, ഇതാ ആ ബോണ്ട് പോയി, അത് ഞാൻ വരച്ചിട്ടുണ്ട്. അടുത്ത നോക്കിയേ, ഇതാ ശരിക്കും ശ്രദ്ധിച്ച് വരക്കണേ, ശരിക്കും ശ്രദ്ധിച്ച് വരക്കണം. ഇവിടെ ക്ലോറിൻ ഉണ്ട്, പോട്ടെ. ഇവിടെ ക്ലോറിൻ ഉണ്ട്, പോട്ടെ. ക്ലോറിൻ പോയ കാർബണുകൾ മാത്രം എണ്ണ. ക്ലോറിൻ പോയ സ്ഥലത്ത് എവിടെയെങ്കിലും 1 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 4 കൊടുക്കുക. ഇത് എണ്ണ പറഞ്ഞാൽ UPSC നെയിമിൻ്റെ എണ്ണലൊന്നും അല്ല കേട്ടോ. നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു എണ്ണലാണ്. അപ്പോൾ 4 കാർബണാണ് റിംഗ് ഇതിൽ പങ്കെടുക്കുന്നത്. 4 കാർബൺ. ഓക്കെ, ഈ 4 കാർബണിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എണ്ണുന്നുണ്ട്. എങ്ങനെയാണ്? 1, 2, 3, 4 എന്ന് ഞാൻ ജസ്റ്റ് ഇതിന് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, 1ാമത്തെ കാർബണിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 1ാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ഇവിടെ കൊടുത്തു. 4ാമത്തെ കാർബണിൽ ഒരു CH2 CH3 ഈഥൈൽ ഗ്രൂപ്പുമുണ്ട്. അപ്പോൾ ഇതല്ലേ 4ാമത്തെ കാർബൺ? ആ 4ാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ബ്രാഞ്ചും വരച്ചു. അപ്പോൾ ഇവൻ്റെ പേര് IUPAC നെയിമൊക്കെ നിങ്ങളൊന്ന് ഇട്ട് നോക്കിയാൽ മതി. 1 ഈഥൈൽ, 2
2-methyl cyclobutane എന്നതിൻ്റെ IUPAC നെയിം വരും. അത് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. പക്ഷേ ഈ കോമ്പൗണ്ട് വരക്കാൻ അറിയുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് ചെയ്യുന്നത് എവിടെ മുതലാണോ ആ ടൈമിലേക്ക് ഒന്ന് തിരിച്ചു പോവുക, അതേ സാധനം വീണ്ടും കാണുക, അത്രേ ഉള്ളൂ. ഓഫ്ലൈനിലൊക്കെ അപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു സാധനം മനസ്സിലായില്ലെങ്കിൽ അതേ സാധനം ഒന്നുകൂടെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണല്ലോ. അങ്ങനെ തന്നെ ഓൺലൈനിലും വീണ്ടും വീണ്ടും കാണുക. നിങ്ങൾ ആവശ്യക്കാരാണേ, പഠിക്കണേ, മറക്കരുത്. സ്പെഷ്യൽ കേസാണ്. ഇതിനപ്പുറം വേറൊരു സാധനം ചോദിക്കാനില്ല. ഇതാ ഒരു സൈക്ലോബ്യൂട്ടൈൻ ഉണ്ട്. ഈ സൈക്ലോബ്യൂട്ടൈനിൻ്റെ 1ാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും ക്ലോറിൻ ഉണ്ട്. 1,3 ഡൈക്ലോറോ സൈക്ലോബ്യൂട്ടൈൻ ആണ്. സോഡിയം ബാർ ഡ്രൈ ചെയ്ത് ഉപയോഗിച്ചു, വുഡ്സ് റിയാക്ഷൻ ആണല്ലോ. ഈ ക്ലോറിനും പോകും, ഈ ക്ലോറിനും പോകും. എന്നിട്ട് എന്താവും? ഒരു പുതിയ കോമ്പൗണ്ടാണ്, ഒരു ട്വിസ്റ്റാണ്, സ്പെഷ്യൽ കേസാണ്. എന്ത് ചെയ്യും? ഈ സൈക്ലോ കോമ്പൗണ്ടുകളിൽ ഇപ്പോൾ ഈ കാർബണിനും ഈ കാർബണിനും ഇടയിലാണല്ലോ ഇപ്പോൾ വാലൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുക. മീൻസ് അവിടെയാണല്ലോ ഇപ്പോൾ ക്ലോറിൻ പോയത്. അപ്പോൾ അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന സാധനത്തിന് നമ്മൾ എന്താ പേര് വിളിക്കുക? ഇങ്ങനെ 2 റിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ പേര് വിളിക്കുന്ന പേര് ബൈസൈക്ലോ കോമ്പൗണ്ട് എന്നാണ്. ബൈസൈക്ലോ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ ലോജിക് ഉപയോഗിക്കുക. ബൈസൈക്ലോ കോമ്പൗണ്ട് ഉണ്ടാകുന്നു ഓർക്കുക, ലോജിക് ഉപയോഗിക്കുക. ക്ലോറിനുകൾ പോകും. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ പോകും. ഹാലജൻ പോയ സ്ഥലത്തേക്ക് ബോണ്ട് ഫോം ചെയ്യും. അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, ഇത് അതിനേക്കാൾ രസകരമാണ്. അടുത്ത കോമ്പൗണ്ട് നോക്കിക്കോ. ഇതാരൊക്കെയാണ് വന്നിക്കണേന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്ന് നോക്കിയേ. ഇവിടെ ഒരു CH2, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു CH2 അഥവാ ഒരു കാർബണും ചുറ്റുഭാഗവും 4 CH2. ഓരോ CH2ലും ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കാണാം, ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈ ഈതർ ഉണ്ട്. വുഡ്സ് റിയാക്ഷൻ നടക്കും. ഇവിടുന്ന് ക്ലോറിൻ പോകും, ഇവിടുന്ന് ക്ലോറിൻ പോകും, ഇവിടുന്ന് ക്ലോറിൻ പോകും, ഇവിടുന്ന് ക്ലോറിൻ പോകും. ക്ലോറിൻ പോയ കാർബണാറ്റങ്ങൾ തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുക? ഈ CH2 തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. നിന്റെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തോ. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 കാർബണുകൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ 2 കാർബണുകൾ തമ്മിലും ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ആദ്യം ഞാൻ അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഒന്നുകൂടെ വരക്കുന്നുണ്ട്. ബോണ്ട് ലൈൻ ഫോർമുല എങ്ങനെയല്ലേ ഉള്ളത്? ഇങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഉള്ളത്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, അങ്ങനെയാണല്ലോ ഉള്ളത്. ആ CH2കൾക്കിടയിൽ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ഈ CH2ൽ നിന്ന് ഈ CH2ലേക്ക് ഒരു ബോണ്ട്, ഈ CH2ൽ നിന്ന് ഈ CH2ലേക്ക് ഒരു ബോണ്ട്. ദിസ് ഈസ് പ്രൊഡക്റ്റ്. ഈ ടൈപ്പ് കോമ്പൗണ്ടിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പൈറോ കോമ്പൗണ്ട് എന്നാണ് പേര് വിളിക്കുക. പഠിച്ചില്ലേ? അപ്പോൾ വുഡ്സ് റിയാക്ഷനും അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് തന്നാൽ റിയാക്റ്റൻറ്റും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് വുഡ്സ് റിയാക്ഷൻ. ഒന്നാമത്തത്, മീഥൈനിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് സിന്തസൈസ് മീഥൈൻ, ഉറപ്പ്. നെക്സ്റ്റ്, ആൽക്കെയിൻസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. എങ്ങനെ? ഇറ്റ് കനോട്ട് ആൽക്കെയിൻസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കനോട്ട് ബി സിന്തസൈസ്ഡ് എന്ന് എഴുതി വെക്കണം. ആൽക്കെയിൻസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കനോട്ട് ബി സിന്തസൈസ്ഡ്. ആൽക്കെയിൻസ് വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കനോട്ട് ബി സിന്തസൈസ്ഡ്. ഓക്കെ ആണല്ലോ? കാരണം എന്താ? 2 ആൽക്കൈൽ ഗ്രൂപ്പുകളെ കൂട്ടിച്ചേർത്തല്ലേടാ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായാലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ ഡബിൾ ആണല്ലോ പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. ഏതൊരു നമ്പറിൻ്റെയും ഡബിൾ എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കുമല്ലോ. 2ൻ്റെ ഡബിൾ 4, 3ൻ്റെ ഡബിൾ 6, 4ൻ്റെ ഡബിൾ 8, 5ൻ്റെ ഡബിൾ 10, എങ്ങനെയാണെങ്കിലും ഡബിളുകളൊക്കെ ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളതിനെ ആൽക്കേനിനെ ഉണ്ടാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വിട്ടിട്ടേ ഉള്ളൂ, നിങ്ങളത് കംപ്ലീറ്റ് ആക്കി വെച്ചോളണം. ഇഫ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് യൂസ്ഡ്, എന്താ നടക്കുക? ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ എന്താ നടക്കുക? എലിമിനേഷൻ ടേക്സ് പ്ലേസ്. എലിമിനേഷൻ നടക്കും. എലിമിനേഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. നാലാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇഫ് റിയാക്റ്റൻ്റ് കണ്ടെയ്ൻ എനി ഓഫ് ദി അസിഡിക് ഗ്രൂപ്പ്. റിയാക്റ്റൻ്റ് ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ റിയാക്റ്റൻ്റ്, അതിലെവിടെയെങ്കിലും ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വുഡ്സ് റിയാക്ഷൻ നടക്കില്ല. ആസിഡിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വുഡ്സ് റിയാക്ഷൻ നടക്കില്ല. ആരൊക്കെയാണ് ആസിഡിക് ഗ്രൂപ്പ് നോട്ട് ചെയ്ത് വെച്ചോ? COOH ആസിഡിക് ആണ്, SO3H ആസിഡിക് ആണ്, OH ആസിഡിക് ആണ്. അപ്പോൾ നോക്കിക്കട്ടെ, ഈ കോമ്പൗണ്ട് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു ക്ലോറിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോറിനൊക്കെ ഉണ്ടല്ലോ, എന്നാൽ വുഡ്സ് റിയാക്ഷൻ നടക്കട്ടെ എന്ന് മന്ത്രം ചൊല്ലിയിട്ട് സോഡിയം ബാർ ഡ്രൈ ചെയ്തിട്ടാൽ വുഡ്സ് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. എന്താ കാര്യം? അവിടെ ഒരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് സോഡിയം വരുന്നു, ക്ലോറിനെ കൊണ്ടുപോകുന്നു, എന്നിട്ട് ഇതേപോലത്തെ മറ്റൊരു മോളിക്യൂൾ തിരിഞ്ഞു കിടക്കുന്നു, എന്നിട്ട് അവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇതൊന്നും സംഭവിക്കില്ല. പിന്നെന്താ? OH ആസിഡിക് ആണ്. OH എന്താണ്? ആസിഡിക് ആണ്. ഒരു ആസിഡിൻ്റെ കൂടെ എവിടെ ഒരു മെറ്റൽ വന്നാലും ആ ആസിഡും മെറ്റലും തമ്മിൽ ആ റിയാക്ഷൻ നടക്കുക.
അപ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഇത്രയായിരിക്കും, സിമ്പിളാ. ഈ CH2 എന്നുണ്ടല്ലോ, ഈ ക്ലോറിനൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. പാവം ക്ലോറിൻ, അവനെ ഏറ്റെടുക്കാൻ ഇവിടെ സോഡിയം വരില്ല. ഈ OH ഇല്ലടാ, അതിൽ H പോയിട്ട് പകരം അവിടെ Na കയറി മേയും. Hനെ അവിടെ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യും. ഏത് ആസിഡിൻ്റെയും പ്രത്യേകതയാണ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സോഡിയത്തിന് ആദ്യം അയാൾ കയറി എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. പിന്നെ ആ സോഡിയം ഉപയോഗിച്ച് നമുക്ക് വുഡ്സ് റിയാക്ഷൻ നടത്താൻ നോക്കുമ്പോൾ സോഡിയം അവിടെ ഉണ്ടാവില്ല, സോഡിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്ന പോലെ COOH ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലെ എന്ത് പോകും, COOHലെ H പോകും. എന്നിട്ട് ഈ CH2Cl പൊട്ടൻ പാവം കഥയൊന്നും അറിയാതെ അവിടെ തന്നെ നിൽക്കും. CH2 COOH എന്നതിന് പകരം CONA കൂനയുണ്ടാവും. പഠിച്ചല്ലോ. ഇതാണ് വുഡ്സ് റിയാക്ഷൻ്റെ നാലാമത്തെ പോരായ്മ. അപ്പോൾ നാലാമത്തെ പോരായ്മ ടു പ്രിപ്പയർ. അത് കഴിഞ്ഞു, 4 ലിമിറ്റേഷൻസ് കഴിഞ്ഞു. അടുത്തതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ടു പ്രിപ്പയർ ആൽക്കെയിൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്മളിപ്പോൾ പറഞ്ഞു ആൽക്കെയിൻ വിത്ത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം മാത്രമേ വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുത്തനൊരു വാശി, ഒരേ വാശി, സാറേ അത് നടപടിയാവില്ല, എനിക്ക് ആൽക്കെയിൻ വിത്ത് ഓഡ് നമ്പർ ഉണ്ടാക്കിയേ പറ്റൂ. അപ്പം ഞാൻ എന്താ അവനോട് പറയുക, വുഡ്സ് റിയാക്ഷൻ എന്തായാലും പറ്റില്ല, തൽക്കാലം നീ ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ നടത്തും. എന്താണത്? ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആൽക്കിൽ ഹാലൈഡ് മറ്റൊരു ആൽക്കിൽ ഹാലൈഡ്, ഇവിടെ നോക്കിയേ, ഇത് മീഥൈൽ ക്ലോറൈഡാ, ഇത് ഈഥൈൽ ക്ലോറൈഡാ, അല്ലെങ്കിൽ ക്ലോറോമീഥൈൻ ക്ലോറോഈഥൈൻ എന്ത് വേണേലും പറയാം. നോക്കിയാൽ ഡിഫറെൻറ്റ് ആൽക്കിൽ ഹാലൈഡുകളല്ലടാ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ആൽക്കിൽ ഹാലൈഡ് ഉപയോഗിച്ചാൽ നമുക്കവിടെ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കേനുകളെയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്, ഇവിടുത്തെ ക്ലോറിൻ പോവും, ഇവിടുത്തെ ക്ലോറിൻ പോവും. അപ്പോൾ ഇവിടെ ഏതാ ഗ്രൂപ്പ്, CH3. ഇവിടെ ഏതാ ഗ്രൂപ്പ്, CH3 CH2 അല്ലേ. രണ്ടാമത്തെ ആൽക്കിൽ ഗ്രൂപ്പിനെ തിരിച്ചെഴുതണം എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ CH3 CH2 എന്ന് രണ്ടാമത്തെ ആൽക്കിൽ ഗ്രൂപ്പിനെ ഞാൻ തിരിച്ചെഴുതി. ഇവർക്കിടയിൽ പുതിയ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ പുതിയ ബോണ്ടിനെ ഞാൻ പച്ച കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ആളുടെ പേരെന്താ, പ്രൊപ്പൈനാണ്. അപ്പോൾ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടടാ, 3 കാർബൺ അല്ലേ. 3 കാർബൺ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കേനിനെ ഉണ്ടാക്കാൻ വുഡ്സ് റിയാക്ഷൻ പറ്റില്ല, പകരം എന്ത് പറ്റും, ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ പറ്റും. പഠിച്ചു വെക്ക്, ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ പഠിച്ചു വെക്ക്. ആരടാ, ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ പറ്റും. പക്ഷെ അതിനൊരു പോരായ്മ ഉണ്ട്. എന്താ പോരായ്മ എന്നറിയോ, ഇപ്പോൾ കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഇല്ലടാ, ഈ പ്രൊഡക്റ്റിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ്. എന്താ പേര്, ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹാലൈഡിലെ ആൽക്കൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡിലെ ആൽക്കൈൽ ഗ്രൂപ്പും തമ്മിലാണല്ലോ ഇവരുടെ റിയാക്ഷൻ നടന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്. പക്ഷെ ഇവിടെ സെൽഫ് പ്രൊഡക്റ്റുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന സെൽഫ് പ്രൊഡക്റ്റ് എന്തൊക്കെയായിരിക്കും? ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പില്ലേ CH3, അയാൾക്ക് അതേപോലെയുള്ള മറ്റൊരു CH3യോട് വേണമെങ്കിൽ ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ബൈ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കൺസിഡറബിൾ എമൗണ്ടിൽ ഈഥൈനും ഉണ്ടാകുന്നുണ്ട്. നോക്കിയേ, CH3 എന്ന പോലെ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാ, CH3 CH2 അല്ലേ. ഞാനത് എഴുതുന്നുണ്ട്, CH3 CH2. ഇയാളുടെ സെൽഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 CH2 ആണ്. ഇതേപോലത്തെ മറ്റൊരു ഈഥൈൽ ഗ്രൂപ്പുമായിട്ടും ഇവിടെ റിയാക്ട് ചെയ്യാം. ഇതൊക്കെ ഒന്നും സെലക്റ്റീവ് അല്ലല്ലോ, എന്ത് വേണേലും നടക്കാം. അപ്പോൾ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഇതേപോലത്തെ മറ്റൊരു ഈഥൈൽ ഗ്രൂപ്പുമായിട്ട്, അഥവാ രണ്ടാമത്തെ ഈഥൈൽ ഗ്രൂപ്പിനെ തിരിച്ചു നിർത്തുക, അവർക്കിടയിലും പുതിയൊരു ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് 2 ടൈപ്പ് സെൽഫ് പ്രൊഡക്റ്റുകൾ കൂടി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 2 3 3 ടൈപ്പ് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകും. 3 ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കൈനിനെ ഉണ്ടാക്കാൻ ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷന് പറ്റുമെങ്കിലും ദിസ് ഈസ് നോട്ട് എ ഗുഡ് മെത്തേഡ്. ഇത് നല്ലൊരു മെത്തേഡ് അല്ല. കാരണം നമുക്ക് ആവശ്യമുള്ളത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള ആൽക്കൈനാണ്, പക്ഷെ ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് റിയാക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ റിയാക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഏത് നടക്കണം എന്ന് പറയാൻ പറ്റില്ല. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇവിടെ കൺസിഡറബിൾ എമൗണ്ടിൽ തന്നെ സെൽഫ് പ്രൊഡക്റ്റുകളും ഉണ്ടാവാം. അതുകൊണ്ട് ക്രോസ്ഡ് വുഡ്സ് റിയാക്ഷൻ വഴി ആൽക്കൈൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊരു ഗുഡ് മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ വീണ്ടും നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കേണ്ടി വരും, സാറേ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള ആൽക്കൈനിനൊന്നും ഉണ്ടായി കാണാൻ, അതും ആൽക്കൈൽ ഹാലൈഡിൽ നിന്നുണ്ടായി കാണാൻ എന്താണ് ഇപ്പോൾ ഒരു വഴി? അതിനൊരു നല്ല വഴിയുണ്ട്, അതാണ് കോറി ഹൗസ് സിന്തസിസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും വരും. അത് NCERT ഇല്ല, പക്ഷെ പിന്നെ എന്തിനാണ് ഞാനത് പറയണമെന്ന് വെച്ചാൽ ഓപ്ഷൻസിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ NCERT ഇല്ലാത്ത ഓപ്ഷനിൽ ഉണ്ടാവും.
എടാ ആൻസറിലേക്ക് എത്താനുള്ള വഴി NCERT ഉണ്ടായാൽ മതി. ആ ക്വസ്റ്റ്യൻ NCERT ക്വസ്റ്റ്യനാണ്. എങ്ങനെ ആൻസറിലേക്ക് എത്താനുള്ള ഒരു വഴി NCERT ഉണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് NCERT അല്ല. അതുകൊണ്ട് ഓപ്ഷനിൽ അതൊക്കെ കണ്ടു എന്നൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞെട്ടണ്ട എന്നുള്ള നിലക്ക് അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതൊന്ന് വായിച്ചേ. ഡ്യൂറിങ് ക്രോസ് റൂട്ട്സ് റിയാക്ഷൻ നടത്തിയപ്പോൾ എന്തായാലും ക്രോസ് റൂട്ട്സ് റിയാക്ഷൻ നടത്തുമ്പോൾ സെൽഫ് പ്രൊഡക്റ്റും അതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായ 3 പ്രൊഡക്റ്റ് ഇയാൾ ഇവിടെ നമുക്ക് പറഞ്ഞുതരാണ്. ഇവിടെ ഉണ്ടായ 3 പ്രൊഡക്റ്റ് പറഞ്ഞുതരാണ്. ഏതാണ്? ഒന്നാമത്തെ പ്രൊഡക്റ്റ് 2-മീഥൈൽ ബ്യൂട്ടൈൻ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, മൂന്നാമത്തെ പ്രൊഡക്റ്റ് ബ്യൂട്ടൈൻ. ഇതൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ ശ്രദ്ധിക്കണം. റിയാക്റ്റൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത്രേ ആയിക്കോട്ടെ. റിയാക്റ്റൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം റിയാക്റ്റൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റുകൾ ആദ്യം ഒന്ന് വരച്ച് നോക്കണം. ഒന്നെന്താ? 2-മീഥൈൽ ബ്യൂട്ടൈനാണ്. വരച്ച് നോക്കാം. 1, 2, 3, 4. ഇവിടെ 2-മീഥൈൽ ബ്യൂട്ടൈൻ. രണ്ടാമത്തെ പൊസിഷനിൽ ബ്യൂട്ടൈൻ ഉണ്ട്. 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 1, 2, 3, 4. ഇവിടെ 2-ലും 3-ലും ഡൈമീഥൈൽ. അടുത്തത് ബ്യൂട്ടൈൻ ആണ്. 1, 2, 3, 4. പൊന്നുമോനെ, എൻ്റെ ചോദ്യത്തിന് മറുപടി പറ. ഒന്നാമത്തെ കോമ്പൗണ്ട് സിമ്മട്രിക്കലോ അൺസിമ്മട്രിക്കലാണ്? ശരിയല്ലേ? അതിനൊരു നേരെ സെൻറ്റർ ഓഫ് പ്ലെയിൻ ഓഫ് സിമ്മട്രി ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്താൽ അങ്ങനെ ഒരു സെൻറ്റർ ആക്കില്ലല്ലോ. ലെഫ്റ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇത് അൺസിമ്മട്രിക്കലാണ്. പക്ഷേ ഈ 2 പേര് സിമ്മട്രിക്കലാണ്. ഈ 2 പേരെന്താണ് ഇവിടെ? സിമ്മട്രിക്കലാണ്. കിട്ടിയില്ലേ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണേ, അൺസിമ്മട്രിക്കലിനെ നോക്കണ്ട. അവിടെ എഴുതി വെക്ക്. അങ്ങനെ തന്നെ എഴുതി വെക്ക്. അൺസിമ്മട്രിക്കലിനെ നോക്കാൻ പാടില്ല. പ്രൊഡക്റ്റ് തന്നിട്ട് റിയാക്റ്റൻ്റ് ചോദിച്ചാൽ അൺസിമ്മട്രിക്കലിനെ നോക്കണ്ട. പിന്നെന്ത് ചെയ്യണം? സിമ്മട്രിക്കലിനെ നോക്കണം. ഇത് സിമ്മട്രിക്കലാ, രണ്ടാമത്തെ കോമ്പൗണ്ട് സിമ്മട്രിക്കലാ. അപ്പോൾ അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആരായിരിക്കും? നേരെ സെൻറ്റർ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. സെൻറ്ററിന് കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ബ്രാഞ്ചില്ലേ, ഒരു പോർഷൻ, അതാണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ഹാലജൻ. ശരിയല്ലേ? ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടിക്കിടാം. ഈ ബോണ്ട് പൊട്ടിച്ചിട്ട് ആ ബോണ്ടിൽ എന്ത് കൊടുക്കുക? ഹാലജൻ കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റ് കിട്ടി. ആ ഫ്രാഗ്മെൻറ്റാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. സിമ്മട്രിക്കൽ ആയിട്ടുള്ള അടുത്ത കോമ്പൗണ്ട് ഉണ്ട്. അതിൻ്റെ സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലോ അതിൻ്റെ പ്ലെയിൻ ഓഫ് സിമ്മട്രി. അവിടെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ബാക്കി ഇവിടെ ഈ ഗ്രൂപ്പ് ഏതാടാ? CH3 സിംഗിൾ ബോണ്ട് CH2 അല്ലേ? ഇവിടെ ഒരു ഹാലജൻ കൊടുക്കുക. അപ്പോൾ ഈ 2 പേരാണ് അവരുടെ റിയാക്റ്റൻറ്റുകൾ. ഇതാണ് ആൻസർ. അപ്പോൾ 2 റിയാക്റ്റൻ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ 2 റിയാക്റ്റൻ്റ് ഏതാണെന്ന് അറിയാൻ സിമ്മട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ നടു അങ്ങോട്ട് മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിച്ച് ചെയ്തു നോക്കാം. ഈ 2 കോമ്പൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രോസ് റൂട്ട്സ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന സെൽഫ് പ്രൊഡക്റ്റ് എന്താ, ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ നോക്കിക്കേ. ഇനി അതിൻ്റെ സെൽഫ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സെൽഫ് പ്രൊഡക്റ്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് സിമ്മട്രിക്കൽ ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് പ്രൊഡക്റ്റുകളായിരിക്കും. അൺസിമ്മട്രിക്കൽ ആയിട്ടുള്ള ആളാണ് ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ നോക്കിയേ. ആ ആൽക്കൈൽ ഗ്രൂപ്പ് 1. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കിയേ. ആ ആൽക്കൈൽ ഗ്രൂപ്പ് 2. ആ 2 പേരും തിരിച്ചു മറിച്ചും ഫോം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പേര് പറയുക. അപ്പോൾ സെൽഫ് പ്രൊഡക്റ്റുകളിൽ നിന്നാണ് നമ്മൾ റിയാക്റ്റൻ്റ് കണ്ടെത്താൻ എളുപ്പം. മനസ്സിലായോ? പഠിച്ചു വെച്ചോ. അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ഇൻ പ്യുവർ സ്റ്റേറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ. അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ഇൻ പ്യുവർ സ്റ്റേറ്റ്. നേരത്തെ ഞാൻ ഇത് ഇന്ന് വായിച്ചോളണേ. ഇൻ പ്യുവർ സ്റ്റേറ്റ്. എടാ നേരത്തെ ഞാൻ പറഞ്ഞു വുഡ്സ് റിയാക്ഷനിൽ അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ക്രോസ് റൂട്ട്സ് റിയാക്ഷനിൽ അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊരു നല്ല മെത്തേഡല്ല. കാരണം അതിൻ്റെ കൂടെ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പ്യുവർ സ്റ്റേറ്റിൽ നമുക്ക് അൺസിമ്മട്രിക്കൽ ആൽക്കൈൻ കിട്ടില്ല. അപ്പോൾ അൺസിമ്മട്രിക്കൽ ആൽക്കൈനെ പ്യുവർ സ്റ്റേറ്റിൽ കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രിപ്പയർഡ് ബൈ. എഴുതിക്കോ. കോറി ഹൗസ് സിന്തസിസ്. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പേര് പഠിച്ചു വെച്ച കോറി ഹൗസ് സിന്തസിസ്. എന്താ കോറി ഹൗസ് സിന്തസിസ്? സിമ്പിളാണ്. വളരെ ചെറിയ രൂപത്തിൽ ഞാനിത് പറഞ്ഞുതരും. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കാര്യം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ അതല്ലെങ്കിൽ ഇത് പിന്നെ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടുകളുടെ ഒക്കെ ലിസ്റ്റിലൊക്കെ ചിലപ്പോൾ ഇതിലെ റിയേജൻ്റ് ഒക്കെ കാണാറുണ്ട്. റിയേജൻറ്റുകൾ ആരാണെന്ന് ഓർത്ത് വെച്ചോ. ലിഥിയം ബാറീതറും CuI മറക്കരുത്. CuI. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്താ? ആദ്യം ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. എന്നിട്ട് ലിഥിയം ബാറീതറും CuIയും അവിടെ റിയാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. R2LiCu. ഈ R2LiCu എന്നുള്ളത് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണ്. അയാളൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്.
ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ആളാണ് ആര്? R2LiCi, R2LiCu. അതിലേക്ക് ഞാൻ മറ്റൊരു ആൽക്കൈൽ ഹാലൈഡ് ഇടുകയാണ്. ഹലോ, മറ്റൊരു ആൽക്കൈൽ ഹാലൈഡ്. എന്താണ് മറ്റൊരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രത്യേകത? ഇവിടെ R' ആണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന R ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പും ഇവിടെ ഉണ്ടായിരുന്ന ആൽക്കൈൽ ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആദ്യത്തെ ആൽക്കൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പും ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് നേരെ ഒറ്റ റിയാക്ഷനിൽ എഴുതുകയാണ്. ഇതൊരു RX ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത് R'X മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പ്. നോക്കിക്കേ, ലിഥിയം ബാർ ഈതറും CuI തമ്മിൽ ഒറ്റയടിക്ക് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു R' ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടുത്തെ Rഉം ഇവിടുത്തെ R' തമ്മിൽ ഒറ്റ റിയാക്ഷൻ നടക്കും. ഇവിടുത്തെ R ആരാടാ? CH3 സിംഗിൾ ബോണ്ട്. ഇവിടുത്തെ R' ആരാ? രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചെഴുതിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. CH3 CH2. അപ്പോൾ നോക്കിയേ, ഇത് അൺസിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ? അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാവുക. ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാവുക എന്ന് മാത്രമല്ല, അതിനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി, നേരെ സിമെട്രി പ്ലെയിൻ ഉണ്ടാവുക. പ്ലെയിൻ ഓഫ് സിമെട്രി എന്നല്ല, അതിൻ്റെ ഒരു കാർബൺ ബോണ്ട് പൊട്ടിച്ചാൽ ലെഫ്റ്റിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പും റൈറ്റിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പും ഈക്വൽ ആവാതിരിക്കുക. ഇവിടെ ഇപ്പോൾ പ്രൊപ്പൈനാണ് കിട്ടിയത്. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക്കൽ അല്ല. കാരണം അതിനങ്ങനെ ഏതെങ്കിലും ഒരു ബോണ്ട് പൊട്ടിച്ചാൽ ഒന്നിരിക്കെ ഈ ബോണ്ട് അല്ലെങ്കിൽ ഈ ബോണ്ടല്ലടാ പൊട്ടിക്കാൻ പറ്റൂ. പൊട്ടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള കോമ്പൗണ്ടുകൾ ഫ്രാഗ്മെൻറ്റുകൾ ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് അൺസിമെട്രിക്കലാണ്. പക്ഷേ ഈ അൺസിമെട്രിക്കലായിട്ടുള്ള ആളെ ഇവിടെ പ്യുവർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റി. കാരണം ഇതിൻ്റെ പുറമെ ഇവിടെ മറ്റു ബൈ പ്രൊഡക്റ്റുകളൊന്നുമില്ല. വെരി ലെസ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു. ജെയ്ക്കാർ പഠിച്ചോളണം. ജെയ്ക്കാർ നിർബന്ധമായിട്ട് ഇത് പഠിച്ചോളണം. ക്ഷീണിച്ചു. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ആൽക്കൈൻ മൊത്തം ഇന്നത്തെ വീഡിയോയിൽ പറയണം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ടുണ്ടാകും. കാർബോക്സിലിക് ആസിഡിൽ നിന്നും ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്നും എങ്ങനെയാണ് ആൽക്കൈൻ ഉണ്ടാക്കുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗമാണ്. അതിന് ഞാനൊരു ചെറിയ പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിലാവുമ്പോൾ വലിയ വീഡിയോ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും തന്നെ കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കാർബോക്സിലിക് ആസിഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും പഠിച്ചോളനെ പൊന്നുമോനെ. ഈ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ തിരിച്ചും എന്ത് ചെയ്യണം? ഒരു സ്നേഹം വേണം. സ്നേഹം ആവശ്യപ്പെടുന്നതല്ല, നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം. വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ സ്ലൈഡ് മുതൽ ഞാൻ അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം.